നമസ്കാരം. ലോകത്തെവിടെയായിരുന്നാലും കള്ളന്മാർ ജനങ്ങളുടെ സ്വൈര്യ ജീവിതത്തിന് വിഘാതം സൃഷ്ടിക്കാറുണ്ട്. അയർലൻഡിലെ ജീവിതത്തിലും അങ്ങനെ തന്നെയെന്ന് വേണം പറയാനായിട്ട്. നമ്മുടെയൊക്കെ വീടുകൾ അത്രത്തോളം സുരക്ഷിതമാണ്. വളരെ ചുരുങ്ങിയ ചെലവിൽ ഈ വീടുകളെ 10 മടങ്ങ് സുരക്ഷിതമുള്ളതാക്കാൻ സാധിച്ചാലോ? അത്യാധുനിക ഹോം സെക്യൂരിറ്റി സിസ്റ്റത്തിനെ കുറിച്ച് ഈ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള ഒരു വ്യക്തിയാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. നമസ്കാരം. മനോഹരമായ വിലപിടിപ്പുള്ള വീടുകൾ നമ്മൾ സ്വന്തമാക്കുമ്പോൾ വീടിൻ്റെ സുരക്ഷയെക്കുറിച്ച് നമ്മൾ എത്രത്തോളം ബോധവാന്മാരാണ്? അത്യാധുനിക ഹോം സെക്യൂരിറ്റി സിസ്റ്റത്തിനെക്കുറിച്ച് ശ്രീ മനോജ് ടി മന്നാത്ത് നമ്മോട് വിവരിക്കുന്നു. അയർലൻഡിൽ മോഷണ ശ്രമങ്ങളും ഒത്തിരി മോഷണങ്ങളും നടക്കുന്നു. വീടുകളിൽ, മലയാളികളുടെ വീടുകളിൽ തന്നെ ഒത്തിരി മോഷണങ്ങളും ഈ കുറേ നാളുകളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിനൊരു സെക്യൂരിറ്റി മെഷർ നമുക്ക് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് ഇത്രയും ഇങ്ങനെ മോഷണങ്ങൾ നടക്കുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ മലയാളികളുടെ വീട്ടിൽ അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ വീട്ടിൽ? അതിൽ ഒന്നാമത്തെ ഭാഗം മലയാളികളുടെ വീട്ടിൽ അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ വീട്ടിൽ എന്ന് നമ്മൾ പറയുന്നത് എത്രമാത്രം ശരിയാണെന്ന് എനിക്കറിയില്ല. കാരണം ഇവിടുത്തെ റിപ്പോർട്ടുകൾ അനുസരിച്ച്, അതായത് 2016-15 6 മാസം ജൂൺ വരെ ഉള്ള റിപ്പോർട്ടുകൾ അനുസരിച്ച് ഏതാണ്ട് 6000 വീടുകളിൽ മോഷണം നടന്നു എന്നാണ്. നമ്മുടെ അറിവിൽ എത്ര മലയാളികളുടെ വീട്ടിൽ നടന്നിട്ടുണ്ടാവും, അതിലെത്ര ശതമാനം ഉണ്ടാകും? ഇവിടെ ആ മോഷണം നടക്കുന്ന നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നതുകൊണ്ടും നമുക്ക് അറിയാൻ പറ്റുന്നതുകൊണ്ടും മലയാളികളുടെ വീട്ടിൽ മോഷണം എന്ന് നമുക്കൊരു ധാരണയായിരിക്കാം. എനിവേ, പക്ഷേ ഇവിടുത്തെ നമ്മളുടെ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിവിടെ വന്ന് ഒരു പാശ്ചാത്യ സംസ്കാരം എന്ന് പറയുന്ന രീതിയിൽ കാര്യങ്ങൾ ഈ ഒരു വീട് താമസിക്കുന്ന കാര്യത്തിൽ മാത്രമല്ല, ഡേ ടു ഡേ എല്ലാ ആക്ടിവിറ്റിയിലും നമുക്ക് പല കാര്യങ്ങളിലും അറിവില്ലായ്മ ഉണ്ടാകാം. അപ്പോൾ ഉദാഹരണത്തിന്, നമ്മൾ നാട്ടിൽ നിന്ന് വന്ന് ഉപയോഗിക്കുന്ന കുളിമുറികൾ, നമ്മൾ കുളിമുറി വലിയ വിശാലമായ കുളിമുറി, അതിൽ നിന്ന് വെള്ളം ഒഴിച്ചു കുളിക്കുന്നു, അവിടെ വെള്ളം വീഴുന്നു. പക്ഷെ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് വുഡൻ ഫ്ലോറിങ്ങും വെള്ളം വീഴരുതാത്ത ഇതുമാണ്. അപ്പോൾ അതിനുവേണ്ടി ചില ശീലങ്ങളുണ്ട്, അതിനുവേണ്ടി ഉപയോഗിക്കേണ്ട ചില ഉപകരണങ്ങൾ വ്യത്യസ്തമായിരിക്കാം. അതിനെപ്പറ്റി നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ അനുസരിച്ച് ഇവിടെ ഇതിനെല്ലാം സൗകര്യങ്ങളുണ്ട്. കാരണം അടുക്കളയിൽ പെരുമാറുന്ന ഉപകരണങ്ങളായാലും എല്ലാം നമ്മൾ ട്രഡീഷണലായി നമ്മൾ ശീലിച്ചു വന്നതിൽ നിന്നും വ്യത്യസ്തമായി ചെയ്യുമ്പോൾ, ഒന്ന് ആ ഉപകരണം ലഭ്യമാണെന്നും അത് എങ്ങനെ ഉപയോഗിക്കണം എന്നും അറിയുക എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മളുടെ വീടുകളുടെ കാര്യത്തിലും. നമ്മുടെ നാട്ടിലെ കാലാവസ്ഥ വളരെ സുഖകരമായതാണ്. അതായത് ഒരു മനുഷ്യന് ജീവിക്കാൻ വേണ്ടി, അവൻ മരിച്ചു പോവില്ല വെളിയിൽ നിന്നാൽ പോലും എന്ന രീതിയിലുള്ള താപനിലകളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നുകൊണ്ട് നമ്മളുടെ വീടുകളുടെ കൺസ്ട്രക്ഷനിലും കാര്യമായ വ്യത്യാസമുണ്ട്. ഇവിടെ വീടുകൾ പണിയുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ഇവിടുത്തെ കാലാവസ്ഥയ്ക്കാണ്. അപ്പോൾ കാലാവസ്ഥയിൽ നിന്ന് സംരക്ഷിക്കുക എന്നുള്ളതാണ് വീടിൻ്റെ ഒന്നാമത്തെ ആവശ്യം ഇവിടെ. അതാണ് നമ്മൾ ഡബിൾ ഗ്ലേസ്ഡ്, ട്രിപ്പിൾ ഗ്ലേസ്ഡ് ഇടുന്നു. അതുപോലെ തന്നെ എനർജി സേവിങ് ഏറ്റവും കൂടുതലുള്ള വീടുകൾ പണിയുന്നു. അതിന് ഗവൺമെൻറ് പ്രോത്സാഹനം ചെയ്യുന്നു. ഇതൊക്കെ ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള മാറ്റമാണ്. പക്ഷേ നമ്മൾ അവിടുന്ന് വന്നു ആദ്യത്തെ കാലത്ത് നമ്മൾ ചിന്തിക്കുന്ന വീട് അതിനൊന്നും വലിയ മാറ്റം വരുന്നില്ല. പക്ഷേ ഇവിടെ വന്നു കഴിയുമ്പം ഇതാണ് ഒന്നാമത്തെ പ്രാധാന്യം. അതുപോലെ തന്നെ ഇവിടെ കൂടുതലായിട്ടും തടി ഉപയോഗിച്ചാണ് കൺസ്ട്രക്ഷൻ കൂടുതൽ നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ചുറ്റുവട്ടമുള്ള ഭിത്തികൾ ഒഴിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇഷ്ടമുള്ള രീതിയിൽ അടുക്കള പുറവശത്തായിരുന്ന നാളെ മുൻവശത്താക്കാം. ഇങ്ങനെയൊക്കെ ഇവർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഇവർ വെച്ചുകൊണ്ടാണ് വീടുകൾ പണിയുന്നത്. അപ്പം ഈ ഒരു സാധ്യത വെച്ചിട്ട് ഈ വീടുകളെ ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ സേഫ്റ്റി അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം ഇവിടെ ഏതെങ്കിലും തരത്തിൽ ഒരു ഫയർ ഹസാർഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കോൺക്രീറ്റ് കെട്ടിടങ്ങളെ അപേക്ഷിച്ച് ഇത് വളരെ പെട്ടെന്ന് കത്തുപിടിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിൽ നമുക്ക് ജീവൻ്റെ സുരക്ഷിതത്തിന് ഏറ്റവും മുൻഗണന കൊടുത്തേ പറ്റൂ. അതാണ് ഇവരുടെ രീതി. അപ്പോൾ അതിനുവേണ്ടിയാണ് ഇവർ ഈ ഗ്ലാസ്സുകളും അതുപോലെ തന്നെ ഡോറുകളും എല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. നമ്മളിതിനകത്ത് പെട്ടുപോയാലും പെട്ടെന്ന് പുറത്തുനിന്നുള്ളവർക്ക് അകത്ത് വരാനോ അല്ലെങ്കിൽ അകത്തുള്ളവർക്ക് പുറത്തോട്ട് പോകാനോ ഉള്ള സാഹചര്യം അത്യാവശ്യമാണ്. അതാണ് ഈ പറഞ്ഞ പോയിന്റിനകത്ത്, അകത്തുള്ളവർക്ക് പുറത്തേക്ക് പോകാനും പുറത്തുള്ളവർക്ക് അകത്തേക്ക് കയറാനും എന്ന്. അതെ.
അവിടെ തന്നെയാണ് ഒരു ഒരു പ്രശ്നം ഒളിഞ്ഞു കിടക്കുന്നത്. അതെ, അതായത് പുറത്ത് കിടക്കുന്നവർക്ക് അകത്തേക്ക് പെട്ടെന്ന് കടന്നു വരാൻ പറ്റും. അത് തന്നെയാണ് ഇവിടെയുള്ള ഒരു മെയിൻ പ്രശ്നം. പക്ഷെ അതൊരു ആവശ്യവുമാണ്. അത് അതിലും പ്രാധാന്യമുള്ള മറ്റൊന്നില്ല. കാരണം ഇത് ജീവന്റെ കാര്യമാണ്. അത് മിസ്യൂസ് ചെയ്യപ്പെടുന്നു. അത് പുറത്തുള്ളവർ അകത്തേക്ക് കിടക്കുന്നത് നമ്മൾ മോഷണത്തിലോ മോഷണ ശ്രമങ്ങളിലോട്ടും കാര്യങ്ങളിലോട്ടും വരുമ്പോഴാണ് അതിക്രമിച്ച് കിടക്കുന്നതിലോട്ട് വരുമ്പോൾ അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. അത് അംഗീകരിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം പക്ഷെ ഇതിനെ കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല അവർക്ക്. ഇതാണ് ഏറ്റവും പ്രാമുഖ്യമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് നമ്മൾ ഈ കാണുന്ന രീതിയിൽ വീടുകളെ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിവിടെ ആവശ്യമാണ്. അപ്പോൾ ഇത് ആവശ്യമാകുന്ന കൂടെ തന്നെ താങ്കൾ പറഞ്ഞ പുറത്ത് നിൽക്കുന്നവൻ ഈസിയായിട്ട് അകത്ത് കയറാവുന്ന ഒരു സിസ്റ്റം, അത് പുറത്ത് നിൽക്കുന്നവൻ ഈസിയായിട്ട് അകത്ത് കയറി മോഷണം നടത്താൻ വേണ്ടി അല്ല ഈ പർപ്പസ് എന്നുള്ളതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പം അതിനും മാർഗങ്ങളുണ്ട്. അതിനുവേണ്ടി നമ്മുടെ നാട്ടിൽ ശീലമില്ലാത്തതായ അല്ലെങ്കിൽ നമ്മൾ ശീലിച്ചു വരാത്തതായ, അത് ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഇവിടെ ഇപ്പോൾ ഒരു വീടുകളിൽ നമ്മളൊക്കെ കഴിയുന്ന ഒരു വീട്ടിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, പുറത്തുനിന്ന് അകത്തോട്ട് കയറുന്ന ലോക്ക് വർക്ക് ചെയ്യുന്നില്ല, അല്ലെ ലോക്ക് പൂട്ടാൻ പറ്റുന്നില്ല. അകത്തുനിന്ന് പൂട്ടിയിട്ട് പുറത്തുനിന്ന് തുറക്കാൻ പറ്റാത്ത രീതിയിൽ പൂട്ടാൻ പറ്റാത്ത ഒരു ലോക്ക് ഉണ്ടാവുമല്ലോ. ഈ സാധനം വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സമാധാനത്തോടെ വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റുമോ? തീർച്ചയായിട്ടും. പക്ഷേ നമ്മൾ പറയും നമുക്ക് ഉറങ്ങാൻ പറ്റില്ല. നമുക്ക് ഉറങ്ങാൻ പറ്റാത്ത സത്യത്തിൽ ആ ലോക്ക് വർക്ക് ചെയ്യാത്തത് കൊണ്ടല്ല. അതിൻ്റെ യഥാർത്ഥ കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ചിന്തിച്ചാലല്ലേ നമുക്കെല്ലാം അറിയാവുന്നൊരു കാര്യമുണ്ട്. എന്നും നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ഇത് തുറക്കുന്നുണ്ടോ, ഇത് പൂട്ടിയിട്ടുണ്ടോ എന്ന് ഒരാളും ചെക്ക് ചെയ്യുന്നില്ല. ഇത് അങ്ങനെ ചെക്ക് ചെയ്യുന്ന പോലത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ മോഷണത്തിന് വരുന്നതാണ്. നിങ്ങൾ പൂട്ടിയിട്ടുണ്ടെങ്കിലും അതിനകത്ത് കയറുക തന്നെയാണ് ചെയ്യുന്നത്. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു വ്യത്യാസം വരുത്താത്ത, ചിന്തിച്ചു കഴിഞ്ഞാൽ വ്യത്യാസം വരുത്താത്ത ഒരു കാര്യമാണെങ്കിൽ പോലും അത് നമ്മുടെ സ്വസ്ഥതയെ നശിപ്പിക്കും. നമുക്ക് സമാധാനമായി ഉറങ്ങാൻ പറ്റാതെ വരും. ഇത് മനുഷ്യൻ്റെ ശീലം കൊണ്ടുണ്ടായതാണ്. കാരണം നമ്മൾ ചെറുപ്പം മുതൽ ശീലിച്ചു വന്നതാണ് വീട് കുറ്റിയിട്ട് അന്നേരമാണ് സുരക്ഷിത. കുറ്റി ഇടുന്നതുകൊണ്ടാണ് സുരക്ഷിത. കുറ്റിയുടെ ബലം എത്രയാണ്, അത് പുറത്ത് നിൽക്കുന്നവർ തുറക്കാൻ പറ്റുമോ എന്നൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. ഇത് നമ്മൾ ചെറുപ്പം മുതലേ പഠിച്ചു വന്ന ഒരു ശീലമാണ്. വേണമെങ്കിൽ ഞാനൊരു നല്ല ഉദാഹരണം പറയാം. തീർച്ചയായിട്ടും. അതായത് ഈ സർക്കസിലെ ആനകളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ സർക്കസിൽ ആനകളെ കെട്ടുന്നത് ഈ കയറേല്, പ്ലാസ്റ്റിക് കയറേൽ ആന കെട്ടിയിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ശ്രദ്ധിച്ചിട്ടില്ല. അതൊരു ഭയങ്കര സൈക്കോളജിയാണ്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സൈക്കോളജിയാണ്. മനുഷ്യന്റെ ജീവിത പരാജയത്തിൽ എത്തിക്കുന്നത് പോലും ഇങ്ങനത്തെ ചില ഇതാണ്. നമ്മളെ കൊണ്ട് സാധിക്കില്ല എന്ന് തോന്നിക്കുന്ന അവസ്ഥ. ആന എന്തുകൊണ്ടാണ് ഈ പ്ലാസ്റ്റിക് കയർ പൊട്ടിക്കാത്തത്? ഈ ആന കുഞ്ഞായിരുന്ന കാലത്താണ് അതിനെ പ്ലാസ്റ്റിക് കയറെ കെട്ടിയിട്ടത്. അപ്പോൾ ഇവന് പൊട്ടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ആവുന്ന രീതിയിലെല്ലാം പുള്ളി ശ്രമിച്ചു, വലിച്ചു നോക്കി, കാല് വേദന എടുത്തല്ലാതെ ഈ കയറ് പൊട്ടിയില്ല. പക്ഷെ ക്രമേണ ആന വളർന്ന് വലുതായി. പക്ഷെ ആനയുടെ ചിന്ത എന്ന് പറഞ്ഞാൽ ഈ കയർ എനിക്ക് ഒരിക്കലും പഠിക്കാൻ പറ്റില്ല, അതിനുവേണ്ടി ഇനി ശ്രമിക്കേണ്ടതില്ല. അതുകൊണ്ടാണ് ആന ഈ പ്ലാസ്റ്റിക് കയർ അവിടെ കിടക്കുമ്പോൾ ഇവൻ്റെ വിചാരം ഇവനെ കെട്ടിയിരിക്കുകയാണ്, ഇവന് പൊട്ടിക്കാനും കഴിവില്ല. അവൻ പൊട്ടിക്കാൻ ഒരിക്കൽ പോലും ശ്രമിക്കാത്തതുകൊണ്ടാണ് അത് പൊട്ടാത്തത്. അവൻ പൊട്ടിക്കില്ല എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മുടെ ശീലങ്ങളും നമ്മളുടെ ബൗദ്ധിക വ്യായാമങ്ങളെല്ലാം നമ്മൾ ചെയ്തു തരുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ബോധപൂർവം മാത്രമേ നമുക്കിതിനെ ഇതാക്കാൻ പറ്റുള്ളൂ. ചുട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയുന്ന പോലെ. അപ്പം ഇവിടെ ഈ സെക്യൂരിറ്റി സിസ്റ്റവുമായി പ്രവർത്തിച്ച എൻ്റെ അനുഭവത്തിൽ ചില സ്ഥലങ്ങളിലൊക്കെ ഞാൻ പോയി. അപ്പം ഞാനൊരു സ്ഥലത്ത് ഇവിടെ ചെന്നു, സ്ഥലപ്പേരൊന്നും ഞാൻ പറയുന്നില്ല. അവിടെ ചെന്നപ്പോഴത്തേക്കും ആൾക്കാരെല്ലാം വൈകുന്നേരം ഒരു 8 മണി 9 മണി സമയമാണ്. വിന്റർ സമയമായിരുന്നു, അതോ വിന്റർ തുടങ്ങി വരുന്ന സമയം. അപ്പോൾ അവിടെ 2-3 വീട്ടുകളിൽ, അതും മലയാളികളുടെ വീടുകളിൽ തന്നെ അടുപ്പിച്ച് മോഷണം നടന്നതിന് ശേഷമാണ് ഞാൻ അവിടെ ചെല്ലുന്ന ആ സമയത്ത്. അപ്പോൾ ആൾക്കാരെല്ലാം വഴിയിലുണ്ട്, അവരങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ ഞാൻ അന്വേഷിച്ചു എന്നാ സംഭവം. അപ്പോൾ പറഞ്ഞു അവിടെ വാതിലിനെ വലിയൊരു ലോക്ക് പിടിപ്പിക്കാൻ വേണ്ടിയുള്ള സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മെയിൻ ഡോറിനെ. അത് വളരെ വിലപിടിപ്പുള്ള ലോക്കാണ്. ആ ലോക്ക് പിടിപ്പിക്കാനുള്ള ആളിനെ ഒരു വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് അടുത്ത വീട്ടിലേക്ക് പോകുന്നു, വലിയ ലോക്ക് പിടിപ്പിക്കുന്നു. അപ്പം ഞാനിത് വളരെ കൗതുകത്തോടെയാണ് കണ്ടത്. കാരണം ഇതിനകത്ത് പ്രവർത്തിച്ച ശീലം, ഞാൻ മോഷണം നടന്ന വീടുകൾ കണ്ടിട്ടുണ്ട്, പല വീടുകളും. മോഷണം നടന്നതിൻ്റെ തൊട്ടടുത്ത സമയങ്ങളിൽ തന്നെ ഞാൻ അവിടെ ചെന്നിട്ടുണ്ട്, അവർ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ നോക്കുമ്പം ഫ്രണ്ട് ഡോർ വെച്ച് കഴിഞ്ഞിട്ട് ഇപ്പുറ സൈഡിൽ ഗ്ലാസ്സാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന ജനലിൻ്റെ ലോക്കുകൾ ഒരു ചെറിയ സ്ക്രൂ ഡ്രൈവർ കൊണ്ട് തുറന്നെടുത്ത് കയറിയ വീടുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു പരിക്കും അതിന് പറ്റിക്കാതെയാണ്. അപ്പോൾ ഇവിടെ മാത്രം ഒരു വലിയ ലോക്ക് വെച്ചുകൊണ്ട് ഇത് വരും എന്നുള്ളത് ഞാൻ മുമ്പേ ആനയുടെ കാര്യം പറഞ്ഞുള്ളൊരു മാനസിക പ്രശ്നം. ഇത് നമ്മുടെ രീതിയാണ്. ഇവിടെ അങ്ങനത്തെ സുരക്ഷിതത്വങ്ങളല്ല നമുക്ക് ശരിക്കും സുരക്ഷിതത്വം തരുന്നതോ. അതല്ല എങ്കിൽ നമ്മളുടെ സേഫ്റ്റിയെ കോംപ്രമൈസ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ജീവൻ അപകടം വരാവുന്ന കാര്യങ്ങളെ കോംപ്രമൈസ് ചെയ്തുകൊണ്ട്, ഇവിടുത്തെ ഫയർ സേഫ്റ്റിക്കാർ പറയുന്ന പോലെ, അതായത് നമുക്ക് ഇടക്കഥകൾക്ക് പോലും ലോക്ക് പാടില്ല എന്നവർ പറയുന്നത് നമ്മുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ്. അപ്പോൾ ഇങ്ങനെ ഇതിനെ കോംപ്രമൈസ് ചെയ്തുകൊണ്ടല്ല നമ്മൾക്ക് സുരക്ഷിതത്വം ഉണ്ടാക്കേണ്ടത്. അതിനുവേണ്ടി അവർ വേറെ കാര്യങ്ങൾ പലതും ചെയ്തു വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സംവിധാനമാണ് ഹോം സെക്യൂരിറ്റി സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് അലാം ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളുള്ളത്. അതിൽ
ഡബ്ലിനിലൊക്കെയുള്ള വീടുകളിൽ നമുക്ക് മാക്സിമം ഇത് കാണാൻ പറ്റും. അത് ഇൻബിൽറ്റ് ആയിട്ട് അവർ പണിയുമ്പോൾ തന്നെ അല്ലെങ്കിൽ തന്നെ പുതിയ വീടുകൾ വാങ്ങി അലാം ഫിറ്റ് ചെയ്തിട്ടില്ലെങ്കിലും അവർ വയറിംഗ് ഉൾപ്പെടെ ചെയ്തിടും. അല്ല, അതങ്ങനെ പറയുന്ന അലാമിന്റെ പേരാണ് സ്റ്റാൻഡേർഡ് അലാം. അതായത് വയറുമായിട്ട് ബന്ധിപ്പിച്ച് നിർത്തുന്ന അത് ആദ്യത്തെ ഏറ്റവും ഉണ്ടായിരുന്ന ഒരു സംവിധാനമായിരുന്നു. എന്തെങ്കിലും ഒരു സുരക്ഷിതത്വം വേണമല്ലോ എന്ന് കരുതി. ഇത് നമുക്കൊരു പരിധിവരെ സുരക്ഷിതത്വം തരുന്നുമുണ്ട്. അതെങ്ങനെയാണ് ആ സുരക്ഷിതത്വം തന്നുകൊണ്ടിരുന്നതെന്ന് പറയാൻ കുറച്ചുകൂടെയും ശരി. കാരണം കാലം പുരോഗമിക്കുമ്പം എല്ലാവരും കയറുന്നവനും മോഷ്ടിക്കുന്നവനും ഒക്കെ അഡ്വാൻസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ വരുമ്പം ഇതെങ്ങനെയായിരുന്നു സുരക്ഷിതത്വം തന്നിരുന്നത്? അവർ ചെയ്തിരുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നമ്മുടെ ഡോറുകൾ ഏതെങ്കിലും എൻട്രൻസ് ഡോർ ആൻഡ് വിൻഡോസ് ആണ് വീടിനകത്തോട്ട് കയറാനുള്ള എളുപ്പം ആക്സസ് ഉള്ള സാധനങ്ങൾ. ഭിത്തി പൊളിച്ച് കയറുന്ന ഒരു സംവിധാനം നമ്മളിവിടെ അങ്ങനെ കേട്ടിട്ടില്ല. അല്ലെ ഗ്ലാസ് പൊട്ടിച്ച് കയറുന്നത് പണ്ടില്ലായിരുന്നു, ഇപ്പോൾ ഉണ്ട്. അപ്പം ഞാൻ തന്നെ നേരിട്ട് 2 വീടുകൾ കണ്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ വീട് വാങ്ങുന്ന സമയത്ത് ഞാൻ ഇവിടുത്തെ ഒരു ഗാർഡിൻ്റെ നിന്നാണ് വീട് വാങ്ങുന്നത്. അപ്പം പുള്ളി പോയിട്ട് ഈ താഴെട്ടപ്പം ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ സംശയം ചോദിച്ചു, വലിയ ലോക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇപ്പറേ ചില്ലല്ലേ? അപ്പം പുറകിലത്തെ പാഷ്യോ ഡോറൊക്കെ ചെറിയൊരു ഒരു താഴെ പുള്ളി കൊണ്ട് വെളിയിലിട്ടിരിക്കുക. അപ്പം ഞാൻ പുള്ളിയോട് ചോദിച്ചു, എന്താണിത്, ഈ ജില്ലങ്ങ് പൊട്ടിച്ചാൽ പോരെ കയറേണ്ടവനെ, എന്തിനാണ് ഈ ചെറിയ താഴെ ഇവിടെ നിന്നുകൊണ്ട് കൂടുതൽ സേഫ്റ്റി? കൂടാതെ നിങ്ങളുടെ നോർമൽ ലോക്കും ഉണ്ടല്ലോ, അതിൽ കൂടുതൽ സേഫ്റ്റി എന്താണ് ഈ ലോക്ക് തരുന്നതെന്ന് ചോദിച്ചു. അപ്പം പുള്ളി പറഞ്ഞു തന്ന ഉത്തരം, അത് ഇവരെൻ്റെ വീട്ടിൽ കയറാൻ വേണ്ടി വരുന്ന ആളായിരിക്കില്ല, അവർ മോഷണത്തിന് വരുന്നവരായിരിക്കും. അവർ വന്ന് നോക്കുമ്പോൾ അവിടെ ആ കുഞ്ഞ് ലോക്ക് കൂടെ കാണുമ്പം ഇതിനകത്ത് താമസിക്കുന്ന ആള് സുരക്ഷിതത്തിനെ പറ്റി വളരെ ബോധമുള്ള ആളാണ്. അപ്പോൾ അതിൻ്റെ അനുസരിച്ചുള്ള ഒരു വീടായിരിക്കും ഇത്. അപ്പോൾ ഇവിടെ ഒരു ബ്രേക്ക് ഇൻ നടത്തുന്നത് അത്ര ഈസി ആയിരിക്കില്ല, അല്ലെ അതിനുവേണ്ടി ഞാൻ സമയം നഷ്ടപ്പെടുത്തുന്നത് വലിയ ലാഭമായിരിക്കില്ല എന്നുള്ള ആ ഒരു വിചാരം അവർക്ക് വന്നാൽ ചിലപ്പോൾ അവരടുത്ത വീട്ടിലോട്ട് പോകുള്ളൂ. സാധാരണ രീതിയിൽ പാഷോ ഡോറിന് വീടിനകത്ത് നിന്ന് എക്സ്ട്രാ ലോക്ക് അത് പൊക്കി മാറ്റി വെക്കാൻ പറ്റുന്നതാണ്. പൊട്ടിച്ചു ഇതെല്ലാം എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അത് എന്തിനാണ് പുറത്ത് ലോക്ക് വെച്ചിട്ട് നമ്മുടെ താഴില്ല കുഞ്ഞു താഴെ അതിട്ടിട്ട് ചുമ്മാ ലോക്ക് ചെയ്തിരിക്കുക, ഒരു ചെറിയ കൊളുത്തൊക്കെ പിടിപ്പിച്ചിട്ട് അത് ചുമ്മാ ഇങ്ങനെ ഒരു മൂക്ക് പോലെ. അതായത് വരുന്ന കള്ളന് ഇത് കണ്ടിട്ട് അകത്ത് ഞാൻ പേടിയുള്ള ആളാണ്, ഞാൻ വളരെ സുരക്ഷിതത്വം ശ്രദ്ധിക്കുന്ന ആളാണ് എന്ന് ബോധ്യപ്പെടുത്താൻ കൂടുതൽ ശക്തി ആർജിച്ച് വരികയുള്ളൂ. അറ്റാക്ക് ചെയ്യാനായിട്ട് അത് നിങ്ങളുടെ വീട് ടാർഗറ്റ് ചെയ്താൽ മാത്രമാണ്. അതേസമയം ഒരു റാൻഡം ബേസിൽ എവിടെയെങ്കിലും ഒന്ന് മോഷ്ടിച്ചിട്ട് അത്യാവശ്യം കാശ് കിട്ടണം എന്ന് പറയുന്ന ഒരു കള്ളനാണെങ്കിൽ, മോഷ്ടാവാണെങ്കിൽ, അവൻ ആ വീട് ഒഴിവാക്കി പോകും. എന്തിനാ ഞാൻ റിസ്ക് എടുക്കുന്നത്? എനിക്ക് ചെയ്യുന്ന പണി വന്നാണ് നിങ്ങളുടെ വീട്ടിൽ കയറിക്കൂടാ. അപ്പൊ ഇങ്ങനെ അതുപോലെ തന്നെ അവര് ആയുധങ്ങൾ കൊണ്ടുവരില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ പുറത്ത് നമ്മൾ തന്നെ ചിലപ്പോൾ ആയുധങ്ങൾ വെച്ച് കൊടുക്കും. ഇങ്ങനെയൊക്കെ അവരെ ടെംപ്റ്റ് ചെയ്യിക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ചു പോകും. അന്ന് ഈ ഗാർഡ് എന്നോട് പറഞ്ഞു തന്നതാണ്, ഇവരൊരിക്കലും ഗ്ലാസ് പൊട്ടിച്ച് കയറില്ല. ഞാൻ അതെന്താ അവർ കയറില്ല, അങ്ങനെയാണ് ഇവിടുത്തെ ചരിത്രം. പക്ഷെ ഞാൻ എൻ്റെ കൺമുമ്പിൽ 2 വീടുകളുടെ പാഷ്യോ ഡോറിൻ്റെ ഗ്ലാസ് പരിപൂർണമായി പൊട്ടിച്ച് കയറിയത് കണ്ടു. ഞാൻ നേരിട്ട് കണ്ടത് പൊട്ടിക്കിടക്കുന്നു. അത് അന്ന്, ഇത് ഇന്ന്. അപ്പോൾ കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്, അവരുടെ രീതികൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് വ്യക്തമായിട്ടൊന്ന് പറഞ്ഞു തരൂ, എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത്? എങ്ങനെയാണ് ശരിക്കും പ്രവർത്തിക്കുന്നത്? അതെ, അതായത് ഞാനിപ്പം കുറച്ച് മുമ്പ് പറഞ്ഞ സാധാരണ സ്റ്റാൻഡേർഡ് അലാമിൻ്റെ പ്രവർത്തനങ്ങളെ പറ്റി പറഞ്ഞു. എന്നാൽ ഇത് കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോണിറ്റേഡ് ആയ സിസ്റ്റത്തിനെ പറ്റിയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. സാധാരണ ഒരു സ്റ്റാൻഡേർഡ് അലാം, ഈ അലാം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വയേർഡാണ്. അത് എല്ലാ ഡോർസിലും വിൻഡോസിലും ഈ സെൻസർ വെച്ചിരിക്കുക. ഈ സെൻസറുകളെല്ലാം വൈബ്രേഷൻ സെൻസേഴ്സ് ആണ്. ഈ വൈബ്രേഷൻ സെൻസറുകൾ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എനി ടൈപ്പ് ഓഫ് വൈബ്രേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മെഷീനാണ്. അതിന് വൈബ്രേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ അലാം അടിപ്പിക്കും. അലാം അടിപ്പിച്ച് കഴിഞ്ഞാൽ പുറത്തും അകത്തും ശബ്ദമുണ്ടാകും. നിങ്ങളുടെ മോഷ്ടാവ് അല്ലെങ്കിൽ ഇതിനകത്ത് ബ്രേക്കിംഗ് ചെയ്യാൻ നിങ്ങളെ അതിക്രമിച്ച് കയറാൻ ശ്രമിക്കുന്ന ആളിനെ സംബന്ധിച്ചോളം ഭയപ്പാടുണ്ടാക്കും. നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ അലേർട്ടാവും. കൂടാതെ വഴിയെ പോകുന്ന ആൾക്കാർ നിങ്ങളുടെ അയൽവക്കംകാരും അറിയും. ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഈ സാധനം സുരക്ഷ പ്രദാനം ചെയ്യുന്നത്. എന്നാൽ ഇത് ശരിയായിരുന്നു, ഇപ്പോൾ ഇത് വൃത്തിയായി പ്രവർത്തിക്കുന്നുമുണ്ട്. പക്ഷേ കഷ്ടകാലത്തിന് ഒരു പ്രശ്നമുണ്ടായി. ഈ സാധനം വൈബ്രേഷൻ ഉണ്ടായാലാണ് വർക്ക് ചെയ്യേണ്ടത്, അല്ലാതെ ഒരു ബ്രേക്കിംഗ് നടക്കുവോ നിങ്ങളുടെ വീട്ടിലൊരു അതിക്രമം നടക്കുന്നതിനോ അല്ല വൈബ്രേഷൻ. അതിന് മാത്രമല്ല വൈബ്രേഷൻ ഉണ്ടാകും. അത് ശക്തിയായി കാറ്റടിച്ചാൽ, അതുപോലെ തന്നെ ചില ആളുകളിൽ നിന്നുള്ള എക്സ്പീരിയൻസ്, ഈ അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുന്ന ആൾക്കാർ പറയുന്ന അവരുടെ അയൽവക്കത്തെ വീട്ടിൽ ഡോറടച്ചാൽ ഇവിടെ അലാം അടിക്കും. പിന്നെ കുട്ടികൾ കളിക്കുന്നു, പന്ത് വന്ന് ശക്തിയായിട്ട് ഈ പറഞ്ഞ ഇതേ കൊള്ളുക വേണ്ട, വീട്ടിൽ വന്ന് ആരെങ്കിലും ഒന്ന് ശക്തിയായിട്ട് ജനലെ മുട്ടിയാലുടൻ തന്നെ വൈബ്രേഷൻ ഉണ്ടാകും. ഇതെല്ലാം വൈബ്രേഷനാണ്. ഈ വൈബ്രേഷൻ സെൻസർ വെച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശം ഒന്ന് കോസ്റ്റ് എഫക്റ്റീവ് ആക്കാൻ കൂടിയാണ്. കാരണം 3 ജനലുണ്ടെങ്കിൽ 3 ജനലിലും വെക്കേണ്ട, ഒരിടത്ത് വെച്ചാൽ മതി. കാരണം ഏത് പൊട്ടിച്ചാലും ഇവിടെ വൈബ്രേഷൻ വരും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും അതിനുണ്ട്. പക്ഷേ ഈ വൈബ്രേഷൻ വരാനുള്ള കാരണം ഇത് മാത്രമല്ലാതെ വന്നു.
അത് വന്നതിൻ്റെ ഫലമായി 10 തവണ നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മളുടെ ഏതെങ്കിലും ഒരു ഇത് പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്ന വീട്ടിൽ അലാം അടിച്ചാൽ 9 പ്രാവശ്യം യാതൊന്നുമില്ല. പക്ഷേ ഒരെണ്ണം യഥാർത്ഥ കാരണമാണ്, മോഷണമാകാം. ഇത് വന്നു കഴിഞ്ഞപ്പം ഇവിടുത്തെ ആൾക്കാരുടെ, അത് നമ്മൾ ഉൾപ്പെടെയുള്ള, നമ്മൾ പ്രവാസികളെന്ന് പറയുന്ന മലയാളികളായ നമ്മുടെ ആൾക്കാരുടെ ഉൾപ്പെടെ ഒരു 10 വർഷം മുമ്പത്തെ ഒരു ആറ്റിറ്റ്യൂഡിൽ നിന്ന് എനിക്ക് എൻ്റെ തന്നെ മാറ്റം അറിയാം. ഒന്ന്, നമ്മൾ ഏതെങ്കിലും 10 വർഷം മുമ്പ് ഏതെങ്കിലും ഒരു വീട്ടിൽ അലാം അടിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം നമ്മൾ ഗാർഡിനെ വിളിച്ചു പറഞ്ഞാൽ ഗാർഡ് ഒന്ന് നോക്കുമായിരുന്നു. എന്നാൽ ഈ ഫോൾസ് അലാം ഈ സേഫ്റ്റിയെ ഇല്ലാതാക്കി. കാരണം നമ്മൾ മൈൻഡ് ചെയ്യാതായി. എന്ന് വെച്ചാൽ നമ്മുടെ അയൽവക്കംകാരൻ വരുന്നതാണ് ഈ ശബ്ദത്തിൻ്റെ ഗുണം, അല്ലെങ്കിൽ വഴിയെ പോകുന്നയാൾ ശ്രദ്ധിക്കുന്നതാണ് ഈ ശബ്ദത്തിൻ്റെ ഗുണം. പക്ഷേ അത് കിട്ടാതെ വന്നു. നമ്മളാണെങ്കിലും ഓടിച്ചെന്ന് ആദ്യമേ അലാം ഓഫ് ചെയ്യും. കാരണം നമുക്ക് പറയാം ഇടയ്ക്കിടയ്ക്ക് അടിക്കും, അല്ലെങ്കിൽ അടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് വന്നപ്പം എല്ലാവരും ഇതിനെ നെഗ്ലക്റ്റ് ചെയ്യാൻ തുടങ്ങി. ഗാർഡ്സ് ആണ് ഒരു പോളിസി ഉണ്ടാക്കി ഹൗസ് അലാം അടിക്കുന്നതിൻ്റെ പേരിൽ അവർ വന്ന് വിസിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഹൗസ് അലാം അടിക്കുന്നതല്ലാതെ ഒരാൾ വീട് ബ്രേക്ക് ഇൻ ചെയ്യുന്നത് ഒരു വിഷ്വൽ കൺഫർമേഷൻ ഉള്ള കേസുകളിൽ മാത്രമേ ഇവർ വന്നാൽ മതി. തീർച്ചയായിട്ടും അതും ഈ പറഞ്ഞ പോലെ ഈ അസൗകര്യം കൊണ്ടായിരിക്കാം അവരത് ഉണ്ടാക്കിയത്. ഇതെല്ലാം കൂടെ ചുരുക്കി പറഞ്ഞു വരുമ്പോൾ നമുക്ക് ഈ അലാം തരുന്ന സേഫ്റ്റി ഇല്ലാതാക്കി. കൂടാതെ കള്ളന്മാരും മോഷ്ടാക്കളും ഒക്കെ അഡ്വാൻസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് മനസ്സിലായി ഇത് അടിക്കുന്നത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും എങ്ങാനും ആരെങ്കിലും ശ്രദ്ധിച്ചാലും അവരെ ആ റിസ്ക് ഒഴിവാക്കാൻ വേണ്ടി ഈ അലാം തന്നെ, അല്ലെ ശബ്ദം കേൾക്കുന്ന സാധനം തന്നെ അവർക്ക് ആദ്യമേ നശിപ്പിക്കാൻ പറ്റും, അതല്ലെങ്കിൽ വയർ കട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഇതിനെ ബൈപ്പാസ് ചെയ്യുന്നതിൽ ഇവർ അഡ്വാൻസ്ഡ് ആയി. അതെ, ശരി. അതായത് ഇപ്പോൾ ഒരു ബ്രേക്കിംഗ് ചെയ്ത് അകത്ത് കയറുവാണെങ്കിൽ സാധാരണ രീതിയിൽ കണ്ടുവരുന്നത് ഒരു 30 സെക്കൻഡ് ഡിലേ ഉണ്ടാവും. ആ ഡിലേക്കുള്ളിൽ അവിടെ പോയി അലാം പാനൽ അല്ലെങ്കിൽ അലാം വെച്ചിരിക്കുന്ന എൻ്റെ മെയിൻ ബോക്സ് അത് അടിച്ച് തകർക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ രീതി. അത് ടെക്നോളജി കുറവുള്ള കള്ളന്മാർ. അതല്ലേ അവനൊരു വയർ കട്ട് ചെയ്താൽ മതി, അവനറിയാവുന്നവനാണ്. ഓക്കെ, അപ്പൊ അവരെ നമ്മളിപ്പോ ഇത് കണ്ടുവരുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മുടെ പല വീടുകളിലും അലാം സിസ്റ്റം ഉള്ള വീടുകളിൽ തന്നെയാണ് അവർ കയറിയത്. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇതാണ് ഇതിനകത്ത് നമുക്ക് ഒരു ഹൗസ് ഓണറെ സംബന്ധിച്ചോളം വീട്ടിൽ കള്ളം കയറിയെന്ന് മാത്രമല്ല, അതുപോലെ തന്നെ ഈ പറഞ്ഞ അലാം ഉണ്ടെങ്കിൽ തന്നെ കള്ളം, നമ്മൾ ഇൻഷുറൻസിലോ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ അലാം ഇടാതെയാണ് പോയിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇൻഷുറൻസിന് അങ്ങനെ പല പ്രശ്നങ്ങൾ അതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇന്ന് ഇതിലൊക്കെ അഡ്വാൻസ് ആയിട്ട് ഈ പറഞ്ഞ മോഷ്ടാക്കൾ അഡ്വാൻസ് ആയ പോലെ തന്നെ ഈ സിസ്റ്റങ്ങളും അഡ്വാൻസ് ആയിട്ടുണ്ട്. അങ്ങനെ അഡ്വാൻസ് ആയിട്ടുള്ള ഒരു സിസ്റ്റങ്ങളൊക്കെ പല കമ്പനികളും ഇന്ന് അവതരിപ്പിക്കുന്നുണ്ട്. അതിനകത്ത് വളരെ പല പല കമ്പനികൾ ഇതിനകത്ത് ഉണ്ട്, പല രീതിയിൽ അവർ ചെയ്യുന്നുണ്ട്. അത് മോണിറ്റർ ചെയ്യുന്ന സംവിധാനത്തിലോട്ട് വന്നു. മോണിറ്റർ ചെയ്യുന്ന സംവിധാനത്തിൽ വന്നപ്പം ഈ പറയുന്ന വിഷ്വൽ കൺഫർമേഷൻ അവർക്ക് അവിടെ ഇരുന്ന് കിട്ടുന്ന രീതിയിൽ തന്നെ ചെയ്യാവുന്ന രീതിയിലുള്ള സംവിധാനങ്ങളും നിലവിൽ വന്നു. ഇത് നമുക്ക് കുറച്ചുകൂടെ സുരക്ഷയും കാര്യങ്ങളും ഉറപ്പാക്കി തരുന്നതാണ്. അങ്ങനെ സുരക്ഷ കിട്ടുന്നതിന് അവർ വളരെ, അതായത് നേരത്തെ ആദ്യകാലങ്ങളിൽ ഇത് വളരെ വലിയ എക്സ്പെൻസീവ് ആയിരുന്നു. നമ്മളൊരു സാധാരണക്കാരെ സംബന്ധിച്ചോളം, നമ്മൾ ഇന്ത്യക്കാരായിട്ട് ഇവിടെ വന്ന് താമസിക്കുന്നവർക്ക് നമുക്കെല്ലാം ഏകദേശം അറിയാം നമ്മളുടെ അവസ്ഥ എന്താണ്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ആൾക്കാർക്ക് അഫോർഡ് ചെയ്യാവുന്ന ഒരു റേറ്റിൽ ഇത് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അതുപോലെ തന്നെ ഇപ്പം വേറെ സേഫ്റ്റി ആയിട്ട് ഈ ഗാർഡ്സിൻ്റെ പട്രോളിങ് അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പം അങ്ങനത്തെയൊക്കെ പല കാര്യങ്ങൾ വന്നു. ഇതിനകത്ത് നമുക്ക് ഏറ്റവും വയബിൾ ആയിട്ടുള്ള, ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് അഫോർഡ് ചെയ്യാവുന്നതായതും എന്നാൽ നമുക്ക് സുരക്ഷിതത്വം കിട്ടുകയും, സുരക്ഷിതത്വം കിട്ടുന്ന കൂടെ തന്നെ മനസ്സമാധാനം, സുരക്ഷ നിങ്ങൾക്കുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് സുരക്ഷിതമാണ് എന്ന് പറഞ്ഞ് ബോധിപ്പിച്ചാലും നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ മാത്രമേ മനസ്സമാധാനം കിട്ടുള്ളൂ. അങ്ങനെയൊക്കെയുള്ള വളരെ അഡ്വാൻസ് ആയിട്ടുള്ള സംവിധാനങ്ങൾ വളരെ അഫോർഡബിളായ റേറ്റിൽ ഇന്ന് ലഭ്യമാണ്. എന്നാൽ നമ്മൾ പലരും ഇതിനെപ്പറ്റി, ഞാൻ മുമ്പേ പറഞ്ഞ ആനയുടെ അവസ്ഥയിൽ നമ്മൾ അല്ലെങ്കിൽ ഡോർ ലോക്ക് ചെയ്യുന്ന കാര്യം ഞാൻ ഉദാഹരണം പറഞ്ഞതുപോലെ, ഈ ഡോർ ലോക്ക് ചെയ്യുന്നതാണ് എൻ്റെ സുരക്ഷ എന്ന് നമ്മൾ ചെറുപ്പം മുതൽ പഠിച്ചു പോയ പോലെ ഇത് നമ്മുടെ സുരക്ഷയാണ് എന്ന് മനസ്സിലാക്കാതെ അറിയാതെയും പോകുന്നുണ്ട്. അതിനുവേണ്ടി നമുക്ക് വേണ്ടത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു അവയർനെസ് ആണ്. എന്താണ് ഈ സാധനം, ഇതെങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത്? താങ്കൾ ശരിക്കും പറഞ്ഞു വരുന്നത് ഇപ്പോൾ ഡോറ് ലോക്ക് ചെയ്തില്ലെങ്കിലും അലാം ഇട്ട് കിടന്നാൽ മതി എന്നുള്ള ഒരവസ്ഥയാണോ? ഇതിനകത്ത് അങ്ങനെ ഞാൻ പറയില്ല. കാരണം ഡോറ് ലോക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എത്ര സുരക്ഷ കിട്ടുന്നു എന്നുള്ളത് സെക്കൻഡറിയാണ്. നമുക്ക് കിട്ടുന്ന മനസ്സമാധാനമാണ് വലുത്. ഗാഡ സാധാരണ രീതിയിൽ ഗാഡ പറയുന്നത് ഇങ്ങനെയാണ്, അതായത് അത്യാവശ്യം നിങ്ങളുടെ ഡോറുകളും വിൻഡോസും അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ലോക്കുകൾ പിടിപ്പിക്കാന്നാണ് സാധാരണ അവർ പറയുന്നത്. അതോടൊപ്പം തന്നെയാണ് അതിന് പുറമെയാണ് ഈ അലാം സിസ്റ്റങ്ങൾ ആയിട്ടുള്ള ലോക്കുകൾ എന്ന് പറയുന്ന ലോക്കുകളുടെ ക്വാളിറ്റി കൂടുന്നതനുസരിച്ച് നമ്മുടെ മറ്റേ ഫയർ സേഫ്റ്റിയുടെ സുരക്ഷ കുറയുക. അതെ അതെ, ഇത് കോംപ്രമൈസ് ചെയ്യപ്പെടേണ്ടതല്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നതിന്റെ ഒരർത്ഥം. രണ്ടാമത്തെ അങ്ങനെയാണ് താങ്കൾ ഉദ്ദേശിച്ചത്. ഇതിനകത്ത് മോഷണം നടക്കുകയോ വീട് തകർക്കുകയോ ഒന്നും ചെയ്യുന്നതിനെ പറ്റിയോ അല്ല ഞാൻ ഈ പറഞ്ഞ ലോക്കിനെ പറ്റി പറഞ്ഞത്. അത് നമുക്ക് തരുന്ന മനസ്സമാധാനത്തിനെ പറ്റി. അടിസ്ഥാനപരമായി നമുക്ക് വേണ്ടത് മനസ്സമാധാനം, അതെന്നും വേണ്ടതുവാ.
അത് ഇപ്പം എന്തൊക്കെ സാധനങ്ങൾ ഫിറ്റ് ചെയ്തും നമ്മൾ കൺവിൻസ്ഡ് അല്ല, നമ്മുടെ വീട്ടിൽ കയറില്ല, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ കയറിയാൽ അതിനുള്ള എല്ലാ പ്രൊട്ടക്ഷനും നമുക്കുണ്ട് എന്ന് ആരൊക്കെ പറഞ്ഞാലും അത് നമുക്ക് ബോധ്യപ്പെടുന്നിടത്താണ് നമ്മുടെ മനസ്സമാധാനം ആരംഭിക്കുന്നത്. ഇതാണ് നമുക്ക് ഏറ്റവും ഒന്നാമത്തെ പ്രധാനം. രണ്ടാമത്തതേ ഉള്ളൂ ഞാൻ പറഞ്ഞു വരുന്ന അർത്ഥത്തിൽ ഈ പറയുന്ന യഥാർത്ഥ സുരക്ഷ എന്ന് പറയുന്നത്. അതിലുപരി നമുക്കത് ഫീൽ ചെയ്യണം. അങ്ങനത്തെ ഒത്തിരി സംവിധാനങ്ങൾ ഇന്നിവിടെ നിലവിലുണ്ട്. അതിൽ ഈ അയർലൻഡിൽ തന്നെ ഏറ്റവും ബെസ്റ്റായി ചെയ്യുന്ന, അതുപോലെ തന്നെ ഏറ്റവും ബെസ്റ്റ് അഫോർഡബിൾ ആയ, അതുപോലെ സുരക്ഷയിൽ യാതൊരു രീതിയിലും കോംപ്രമൈസ് ചെയ്യാതെ തന്നെ നമുക്ക് ഏറ്റവും സുരക്ഷ കിട്ടിക്കൊണ്ട് തന്നെ നമുക്ക് അഫോർഡ് ചെയ്യാവുന്ന രീതിയിലുള്ള അലാം സിസ്റ്റംസ്. അതിനെ ജസ്റ്റ് അലാം സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റേ ഒരു അലാം ആദ്യം പറഞ്ഞ വൈബ്രേഷൻ സെൻസറോ സ്റ്റാൻഡേർഡ് അലാം എന്ന് അലാമുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അത് നമ്മൾ സ്പേസ് ഷിപ്പും കാറുമായിട്ട് കമ്പയർ ചെയ്യുന്ന പോലെ, രണ്ടും പറയുമ്പോൾ വാഹനമാണ്. അപ്പോൾ അതായത് ഈ സ്റ്റാൻഡേർഡ് അലാം എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ താങ്കൾ പറഞ്ഞു വരുന്ന അലാമിന്റെ രീതി ചിലപ്പോൾ വൈഫൈയുമായിട്ട് കണക്ട് ചെയ്തിട്ടാകാം. അതെ, അത് ശരിക്കും അതിനെ ഞാൻ പറയാനുള്ള കാരണം ഒന്നുകൊണ്ടല്ല, ഇപ്പോൾ മറ്റൊരു അലാം എന്ന് പറഞ്ഞപ്പോൾ സ്റ്റാൻഡേർഡ് അലാം അല്ലാതെ വയേർഡ് അലാം ഉള്ളതല്ലാതെ വീണ്ടും അപ്ഡേറ്റ് ആയി വന്ന ഒരു സംഭവം, ഒരു അലാമാണ് വൈഫൈ വഴി കണക്ട് ചെയ്തിട്ട് ഇന്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ വയർലെസ് അലാം സ്റ്റാൻഡേർഡ് അലാമായിട്ട് ഏകദേശം ബന്ധപ്പെട്ട് തന്നെ വരുന്നതാണ്. പിന്നീട് കുറച്ചും കൂടി അടുത്ത സ്റ്റെപ്പ് വന്നതാണ് വൈഫൈയുമായിട്ട് ഇന്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള അലാം എന്ന് പറയുന്നത്. പക്ഷേ അവിടെയും കള്ളന്മാരല്ലേ, അവരിതെല്ലാം പറഞ്ഞിട്ടാണ് അവർ കയറുന്നതെന്ന് പറഞ്ഞ പോലെ അവരത് ഡിസ്കണക്ട് ചെയ്തിട്ടാണ് അത് കയറുന്നത്. അപ്പൊ ഈ സ്റ്റാൻഡേർഡ് അലാം എന്ന് പറയുന്നതും പിന്നെ അതിന് തൊട്ട് ഒരു പടി മുകളിലേക്ക് ഉയർന്നതാണ് ഇന്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള. അതാണ് ഞാൻ പറഞ്ഞ മോണിറ്റേഡ് എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ അലാം അടിക്കുമ്പോൾ ഈ മോണിറ്ററിംഗ് സെന്ററിൽ അതിനകത്ത് ഉള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അവർ നമ്മളെക്കാളും വളരെ പ്രൊഫഷണലാണ്. അവരെല്ലാം ഈ പറയുന്ന എല്ലാ ഇതുമായിട്ട് ആക്സസബിൾ ആണ്. പക്ഷേ സ്റ്റിൽ ദർ ഇസ് എ പ്രോബ്ലം. അതായത് നമ്മൾ പറഞ്ഞു വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണ്, ഇത് വിഷ്വൽ കൺഫർമേഷൻ ഉണ്ടല്ലേ അവരിത് ചെയ്യുള്ളൂ. സോ ആ സമയത്ത് അവർ ക്യാമറയിലോട്ട് വന്നു. ഓക്കെ, ക്യാമറ വിഷ്വൽ കൺഫർമേഷനാണ്. എന്താണ് ആക്ച്വൽ ആ വീടിനകത്ത് നടക്കുന്നത്. അതുപോലെ തന്നെ അത് റെപ്യൂട്ടഡ് ആയ ഒരു കമ്പനി, റെപ്യൂട്ടഡ് ആയ കാര്യങ്ങളായിരിക്കണം, നമുക്കത് വിശ്വസനീയമായിരിക്കണം. ഒരു സംശയം കൂടി ഞാൻ അതിന് ചോദിക്കുകയാണ്. അതായത് വൈഫൈ കണക്ട് ചെയ്ത് ഇന്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള അലാമാണോ താങ്കൾ പറഞ്ഞു വരുന്നത്? ഇന്റർനെറ്റുമായും കണക്റ്റഡ് ആണ്. ഇപ്പം ഇന്റർനെറ്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ അലാം വർക്ക് ചെയ്യുമോ? ഇതിനകത്തൊരു എളുപ്പമാർഗ്ഗത്തെ ഞാൻ പറയട്ടെ. തീർച്ചയായിട്ടും. അതായത് ഈ പറയുന്ന എല്ലാ സാധനങ്ങളും ഓരോ തരത്തിൽ സേഫ്റ്റിയാണ്. അത് മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന സാധനങ്ങളുണ്ട്. അപ്പോൾ എനിക്കറിയാവുന്ന, ഞാൻ എൻ്റെ അനുഭവത്തിൽ ഇതുവരെ ഞാൻ കണ്ടുവന്നതിൽ ഏറ്റവും ഒരു ബെസ്റ്റായിട്ടുള്ള, നമ്മളവരുടെ പേര് പരാമർശിക്കാതെ തന്നെ ഞാൻ ആ സാധനത്തിൻ്റെ പ്രവർത്തന രീതി വേണമെങ്കിൽ പറയാം. കാരണം താങ്കൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഓരോന്നിനും ഞാൻ ഉത്തരം പറയുവാണെങ്കിൽ അത് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും, കൺഫ്യൂസിങ് ആയിരിക്കും. തീർച്ചയായിട്ടും. അപ്പം ഇതിന് ഈ കാര്യം എന്താണ്, ഇത് ഇന്നതാണ് സാധനം എന്ന് പറഞ്ഞിട്ട് നമ്മളോട് സംശയം ചോദിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് വ്യക്തമായിട്ട് ഇന്നത് ഞാൻ മുമ്പേ പറഞ്ഞല്ല ഇന്നതാണ് എന്ന് എനിക്ക് വ്യക്തമാക്കി ക്ലിയർ ചെയ്ത് തരാൻ പറ്റും. അപ്പോൾ ഒന്ന് വ്യക്തമായിട്ടൊന്ന് പറഞ്ഞു തരൂ, ഇത് എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത്, എങ്ങനെയാണ് ശരിക്കും പ്രവർത്തിക്കുന്നത്? അതെ, അതായത് ഞാനിപ്പം കുറച്ച് മുമ്പ് പറഞ്ഞ സാധാരണ സ്റ്റാൻഡേർഡ് അലാമിൻ്റെ പ്രവർത്തനങ്ങളെ പറ്റി പറഞ്ഞു. എന്നാൽ ഇത് കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോണിറ്റേർഡ് ആയ സിസ്റ്റത്തിനെ പറ്റിയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഞാനതിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിനകത്ത് അതിൻ്റെ ഫീഡ്ബാക്സുകൾ എനിക്ക് കിട്ടാറുണ്ട്, എനിക്കറിയാറുണ്ട്. ഇതിനകത്ത് ഒന്നാമത്തെ എനിക്ക് ഭംഗിയായി തോന്നിയ സാധനം, ഒരു കസ്റ്റമറെ പോലും ഇതിനകത്ത് ഈ സംഗതി ഉപയോഗിച്ച് കഴിഞ്ഞ് അതൃപ്തി പ്രകടിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അത് ഉപയോഗിച്ച ആളിൻ്റെ കാഴ്ചപ്പാടും ഉപയോഗിക്കാത്ത ആളിൻ്റെ കാഴ്ചപ്പാടും ഭയങ്കരമായ വ്യത്യാസമാണ്. അതുപോലെ തന്നെ അവർക്ക് ഭയമുണ്ടാകുന്നില്ല. ഞാൻ പറഞ്ഞ ഏറ്റവും വലിയ കാര്യം, അവർക്ക് അവരുടെ വീട്ടിൽ മോഷണത്തിന് ആൾ കയറിയാൽ പോലും അവർ ഭയക്കില്ല എന്ന് പറയുന്ന മാനസികാവസ്ഥയിലുള്ള പീസ് ഓഫ് മൈൻഡ്. ബേസിക്കലി അതാണ് ഇതിനകത്ത് ഒന്നാമത്തെ സാധനം. പക്ഷേ ഒരു മനുഷ്യനും എൻ്റെ അനുഭവത്തിൽ ഇന്ന് ഈ നിമിഷം വരെ ഞാൻ ഉൾപ്പെടെ ഈ അലാം ചൂസ് ചെയ്തത് അതൊക്കെ നല്ലതാണെന്ന് തോന്നിയുകൊണ്ടാണ് ചൂസ് ചെയ്തത്, അതിന് സംശയമൊന്നുമില്ല. പക്ഷേ അവരൊരിക്കലും ചൂസ് ചെയ്തത് ഈ മോഷണത്തിനെ ഭയന്നിട്ട് തന്നെയാണ്, മോഷ്ടാവ് കയറാതിരിക്കുക എന്നുള്ള രീതിയിൽ മാത്രമാണ് അവരെല്ലാം. പക്ഷേ ഈ അലാം സിസ്റ്റം ഉപയോഗിക്കുന്ന ആൾക്കാർ, സെക്യൂരിറ്റി സിസ്റ്റം ചൂസ് ചെയ്ത് ഉപയോഗിക്കാൻ തുടങ്ങിയ ആൾക്കാർ, 1 മാസമോ 2 മാസമോ എങ്കിലും കഴിഞ്ഞിട്ടുള്ള ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്ന ഫസ്റ്റ് പ്രയോറിറ്റി മോഷണമല്ല, അവർ പറയുന്ന ഡെയിലി പീസ് ഓഫ് മൈൻഡാണ് അവരുടെ പ്രശ്നം. ഓക്കെ, അപ്പം ഇത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളതിൻ്റെ കാരണങ്ങളാണ്, അല്ലെങ്കിൽ അത് എന്താണ് അങ്ങനെ പ്രവർത്തിക്കുന്നുള്ള ഞാൻ വളരെ ചുരുക്കി ഒന്ന് വിശദീകരിക്കും. ഈ സംവിധാനത്തിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, ഏതെങ്കിലും കാരണവശാൽ ഒരു ബ്രേക്കിനോ എന്തെങ്കിലും കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട്
ഇത് പ്രൊഫഷണലായ ഇവിടെ നിന്ന് എന്തൊക്കെ നടപടി എടുക്കണമോ അതറിയുന്ന ആൾക്കാരെ ഈ സംഭവം നമ്മുടെ വീട്ടിൽ നടക്കുന്നത് കാണാൻ സാധിക്കും, അല്ലെങ്കിൽ അവർക്ക് അറിയാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒന്നാമത്തെ ഗുണം. രണ്ടാമത്തെ കാര്യം, ഇവർക്ക് ഗാർഡ്സുമായി ഒരു കോൺട്രാക്റ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ കമ്പനിക്കാരെ വിളിച്ചു കഴിഞ്ഞാൽ അവർക്കറിയാം ഇതൊരു ജെനുവൻ കോളാണ്, ഇത് റിയലായിട്ട് സംഭവം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ്. അതുകൊണ്ട് തന്നെ അവർ മാക്സിമം റെസ്പോൺസ് തരും. കൂടാതെ നമ്മളൊരു ഗാർഡ് സ്റ്റേഷനിലോ അതല്ല എങ്കിൽ നമ്മളുടെ സുഹൃത്തുക്കളെയോ ഒക്കെ വിളിച്ച് പറഞ്ഞ്, അല്ല ഗാർഡ്സിൻ്റെ നമ്പർ ഏതാണ്, നമ്പരെ വിളിക്കേണ്ടത് കൺഫ്യൂഷനായി വിളിച്ച് പറഞ്ഞ് എടുക്കുന്ന സമയം നമുക്ക് നേരിട്ട് ലാഭിക്കാൻ പറ്റുന്നു. ഇമ്മീഡിയറ്റായിട്ട് ഇവർ നിയറസ്റ്റ് ആ ഈ ലൊക്കാലിറ്റിയിലുള്ള 3 പട്രോൾ കാർസിലേക്ക് മെസ്സേജ് കൊടുക്കുന്നു. അവരിൽ ഏറ്റവും അവൈലബിൾ ആയ ആൾക്കാർ അല്ലെങ്കിൽ ഗാർഡ്സ് നമ്മളുടെ ഇവിടെ എത്തുന്നു, നമുക്ക് സപ്പോർട്ട് തരുന്നു. ഇതുകൊണ്ട് തന്നെയാണ് നമുക്ക് പരിപൂർണമായ അല്ലെങ്കിൽ ഏറ്റവും മെച്ചപ്പെട്ട സുരക്ഷ സാധ്യതമാകുന്നത്. പിന്നെ ഇത് കൂടാതെ ഇതിൻ്റെ കൂടെ തന്നെ ഇവർ സ്റ്റാൻഡേർഡ് സെറ്റിൽ തന്നെ സൗജന്യമായി ഒരു സ്മോക്ക് സെൻസറോ ഒരു കാർബൺ മോണോക്സൈഡ് അലാം ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് തരുന്നുണ്ട്. ഇതും 24/7 മോണിറ്റേർഡാണ്. അതും നമ്മളുടെ ഇവിടെ അയർലൻഡിൽ ഏതെങ്കിലും ഒരു അൺഫോർച്ചുനേറ്റ് ഇവൻറ്റ്, ഒരു ഫയർ ഉണ്ടാകുകയാണെങ്കിൽ നമ്മൾ ഇവിടെ ഫയർ ബ്രിഗേഡിനെ വിളിക്കേണ്ടി വരും. ഫയർ ബ്രിഗേഡിനെ വിളിക്കുകയാണെങ്കിൽ നമ്മൾ അതിന് പേ ചെയ്യണം. അത് ഒരു യൂണിറ്റ് വരുന്നതിന് അയർലൻഡിലെ പല സ്ഥലങ്ങളനുസരിച്ച് 500 to 1000 euros നമ്മൾ പേ ചെയ്യണം. അത് കൂടുതൽ യൂണിറ്റ് വന്നാൽ കൂടുതൽ പേ ചെയ്യേണ്ടി വരും. ഇതിൻ്റെ ചിലവും ഈ കമ്പനി വഹിച്ചോളും. അവർ തന്നെ, അവർക്ക് ഫയർ ഏതെങ്കിലും കാരണവശാൽ ഉണ്ടായാൽ അവർക്ക് അവരുടെ സ്മോക്ക് ഡിറ്റക്ടർ വർക്ക് ചെയ്യും. അതുപോലെ തന്നെ അവർക്ക് തിരിച്ചറിയാൻ പറ്റും. അവർ തന്നെ വിളിച്ചോളും, അവർ തന്നെ പേ ചെയ്തോളും. അത് നമ്മുടെ ബോധറേഷൻ ആയിരിക്കില്ല. അത് തന്നെ നമുക്ക് കൂടുതൽ സേഫ്റ്റി തരുന്നതാണ്. നമ്മൾ തന്നെ വീടിനകത്തുള്ളപ്പോഴോ പുറത്തുള്ളപ്പോഴോ ആണെങ്കിൽ ഈ പറയുന്ന പുറത്തുള്ളതാണെങ്കിൽ സാധാരണ ഇത് നമ്മൾ അറിയില്ല. അകത്ത് തന്നെ ആണെങ്കിൽ പോലും നമ്മൾ വിളിച്ച് അതിന് സമയം നഷ്ടപ്പെടുന്നതിന് പകരം ഇത് അവർ തന്നെ പ്രൊഫഷണലായ രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റേതായ ഒരു അഡ്വാൻറ്റേജ് കിട്ടുന്നു. അതിനകത്ത് നമ്മളുടെ സേഫ്റ്റി കൂടുതലായി വരുന്നു. കൂടാതെ നമുക്ക് ഏതെങ്കിലും തരത്തിൽ, അതിപ്പം പല രീതിയിലാകാം, നമുക്ക് വാതിൽ പെട്ടെന്ന് തുറന്നു കഴിയുമ്പോഴാണ് നമുക്കൊരു അപകടം ഫീൽ ചെയ്യുന്നത് എങ്കിൽ നമുക്ക് നിയറസ്റ്റായിട്ടുള്ള ഈ കീപാഡിൽ തന്നെ പാനിക് ബട്ടൺ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ പാനിക് ബട്ടൺ ഞെക്കിക്കഴിഞ്ഞാൽ അലാം ഇട്ടിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇമ്മീഡിയറ്റായിട്ട് അവർക്ക് ഇതുപോലെ തന്നെ മെസ്സേജ് പോകും. അവർ ഇമ്മീഡിയറ്റ് ഗാർഡ് ഡെസ്പാച്ചിന് അറേഞ്ച് ചെയ്യും. അതുപോലെ തന്നെ നമുക്കൊരു റിമോട്ട് കൺട്രോൾ ഇതിൻ്റെ കൂടെ ലഭ്യമാണ്. ഈ റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ചും നമുക്ക് പാനിക് ബട്ടൺ, അതുപോലെ തന്നെ ഇതെല്ലാം എല്ലാ പ്രവർത്തനങ്ങളും, അതായത് അലാം ഓണാക്കുകയോ ഓഫാക്കുകയോ പാർഷ്യലി സെറ്റ് ചെയ്യുകയോ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള സംവിധാനവും ഈ റിമോട്ട് കൺട്രോളിലും ഉണ്ട്. ഇതും കൂടാതെ ഇവർ ഒരു സ്മാർട്ട് ഫോൺ ആപ്പ് ഇതിൻ്റെ കൂടെ തരുന്നുണ്ട്. ഈ സംവിധാനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സ്മാർട്ട് ഫോണിൽ ഈ ആപ്പ് ഒരിക്കൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലോകത്തെവിടെയും ഇൻ്റർനെറ്റ് സൗകര്യം ലഭ്യമാകുന്ന ഒരു സ്ഥലത്ത് വെച്ച് നമുക്ക് അലാം ഓണാക്കുകയോ ഓഫാക്കുകയോ, അതുപോലെ തന്നെ അതിനകത്ത് ഇവൻറ്റ്സ് എന്നും പറഞ്ഞൊരു സംഗതിയുണ്ട്. അതായത് ഏതൊക്കെ സമയത്ത് അലാം ആക്ടിവേറ്റ് ആക്കി ഡീആക്ടിവേറ്റ് ആക്കി, ഇപ്പം നമ്മൾ പാർട്ണർ ഒരാൾ വർക്ക് ചെയ്യുവാണ്, മറ്റേ ആൾ ബിസിയാണ്, ഫോൺ വിളിച്ച് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റില്ലെങ്കിലും അവർ വരികയോ പോവുകയോ ചെയ്യുമ്പം ആം ചെയ്യുകയോ ഡിസാം ചെയ്യുകയോ ചെയ്യുമ്പോൾ അവരുടെ പേര് സഹിതം അതിനകത്ത് ഇവൻറ്റ്സിൽ അത് കാണിക്കും. നമുക്ക് വ്യക്തമാണ് ഇന്നയാളാണ് നമ്മുടെ വീട്ടിൽ വന്നിരിക്കുന്നത്, ഇന്നാർ വന്നിരിക്കുന്നു, നമ്മൾ വിളിച്ച് കൺഫേം ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ യൂസ്ഫുള്ളായ ഒരു സംഗതിയാണത്. അതും കൂടാതെ പേഴ്സണലൈസ്ഡ് കീ ടാഗ്സ് ഫോർ ഈസ് ഓഫ് യൂസ്. അതായത് എന്തുകൊണ്ടാണ് നമുക്ക് ഇന്നയാളാണ് വന്നിരിക്കുന്നത് തിരിച്ചറിയാൻ പറ്റുന്നത്? നമ്മൾ നമ്പർ എൻ്റർ ചെയ്ത സാധാരണ സ്റ്റാൻഡേർഡ് അലാംസിലൊക്കെ ഇത് ചെയ്യുന്നതെങ്കിൽ ഇത് നമുക്ക് കീ ഫോബ് സ്വൈപ്പ് ചെയ്താൽ മതി. അപ്പോൾ കീ ഫോബ് അതിൻ്റെ അടുത്തോട്ട് കൊണ്ടുപോയി കാണിച്ചു കഴിഞ്ഞാൽ അലാം ആക്ടിവേറ്റ് ആകും, അതുപോലെ തന്നെ ഡീആക്ടിവേറ്റ് ആകും. കൂടാതെ ആ കീ ഫോബിൻ്റെ ഉടമസ്ഥൻ്റെ പേരും നമുക്ക് ഈ മൊബൈൽ ആപ്പിൽ അറിയാൻ പറ്റും. അതും ഒരു അഡ്വാൻറ്റേജാണ്. പിന്നെ ഇതിൻ്റെ ഏറ്റവും ആകർഷകമായ ഒരു ഭാഗം പറയുവാണെങ്കിൽ അൺലിമിറ്റഡ് സർവീസ് ആൻഡ് മെയിൻ്റനൻസ് വിസിറ്റ്സ്. ഈ സാധനങ്ങൾ ഇലക്ട്രോണിക്കാണ്, നമുക്കെല്ലാം അറിയാം. ഇതെപ്പോൾ വേണമെങ്കിൽ ചീത്തയാകാം, കേടാകാം. അതുപോലെ തന്നെ നമുക്കൊരു അലാം വീട്ടിൽ പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സെൻസർ കേടായി അല്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടായി കഴിഞ്ഞാൽ നമ്മൾ അറിയണമെന്നില്ല. അത് ഏതെങ്കിലും സമയത്ത് പ്രവർത്തിക്കാതെ വരികയോ അതല്ലെങ്കിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയും ചെയ്താൽ മാത്രമേ നമുക്കറിയാൻ പറ്റുള്ളൂ. ഇവരുടെ ഈ സിസ്റ്റം കംപ്ലീറ്റ്ലി വയർലെസ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു തരത്തിലും ബൈപ്പാസ് ചെയ്യാനോ ഒരു തരത്തിലോ ഇതിനെ ടാമ്പർ ചെയ്യാനോ പറ്റാത്ത ടാമ്പർ പ്രൂഫ് സിസ്റ്റമാണ് ഇതിനകത്തുള്ളത്. അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന ഓരോ എക്യുപ്മെൻറ്റും, അത് PIR ക്യാമറ ആയാലും ഏതെങ്കിലും തരത്തിലുള്ള ഡോർ കോണ്ടാക്ട്സ് ഫിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതെല്ലാം എവരി ഡേ ട്വൈസ് ഈ സിസ്റ്റത്തിലോട്ട്, മെയിൻ സിസ്റ്റത്തിലോട്ട്, അതായത് മോണിറ്ററിംഗ് സെൻറ്ററിലേക്ക് ഇത് സിഗ്നൽ കൊടുത്തുകൊണ്ടിരിക്കും. ആ സിഗ്നൽ അവിടെ കിട്ടാതെ വന്നാൽ അവർക്കിത് അറിയാൻ പറ്റും. അഥവാ നമ്മളുടെ വീട്ടിലിരിക്കുന്ന സിസ്റ്റം ഏതെങ്കിലും ഒരു പാർട്ടെങ്കിലും വർക്ക് ചെയ്യാതായാലും, അല്ല ഒരു PIR ക്യാമറ വർക്ക് ചെയ്യാതെ വന്നിരുവോ,
ബാറ്ററി ഡൗൺ ആവോ എന്ത് സംഭവിച്ചാലും അവർ ഇമ്മീഡിയറ്റായിട്ട് നമ്മളെ വിളിച്ചിട്ട് അവർ നമ്മളോട് പറയും നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന സിറ്റിംഗ് റൂമിൽ അല്ലെങ്കിൽ കിച്ചണിൽ ഫിറ്റ് ചെയ്തിരിക്കുന്ന ക്യാമറ കേടാണ്, അത് നന്നാക്കാൻ വേണ്ടി ഞങ്ങൾ എൻജിനീയേഴ്സിനെ വിടും, അത് നിങ്ങൾക്ക് ഇന്ന സമയത്ത് സൗകര്യമാണോ, അത് ഫ്രീ ഓഫ് കോസ്റ്റ് ലൈഫ് ടൈം ഇത് അവർ ചെയ്തു തരും. ഇതിന് അഡീഷണൽ യാതൊരുവിധ പ്രൈസും നമ്മൾ കൊടുക്കേണ്ടതില്ല. അതുകൊണ്ട് തന്നെ ഇലക്ട്രോണിക് സാധനമാണ്, ഏത് സമയത്തും കേടാകാം. അതിൻ്റെ ചിലവുകൾ എങ്ങനെയാണ്? ഈ ചിലവ് നമുക്ക് ലാഭിക്കാവുന്നതാണ്. കൂടാതെ നമ്മൾ സാധാരണ രീതിയിലുള്ള ഒരു സ്റ്റാൻഡേർഡ് അലാം സിസ്റ്റമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ സ്റ്റാൻഡേർഡ് അലാം സിസ്റ്റത്തിന് എല്ലാ വർഷവും ഇവിടുത്തെ നമ്മൾ ഹോം ഇൻഷുറൻസും കാര്യങ്ങളും ഒക്കെ എടുക്കുമ്പം അവർ നമ്മളോട് ചോദിക്കുന്നുണ്ട് മെയിൻറ്റെയിൻഡ് ആണോ എന്ന്. അവിടെ നമ്മുടെ ISI പോലെ ഇവിടെ നാഷണൽ സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് അയർലൻഡ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. അവരുടെ ക്വാളിഫൈഡ് ആയ ഒരു ടെക്നീഷ്യനെ വിളിച്ച് നമ്മൾ എവരി ഇയർ ഇത് സർട്ടിഫൈ ചെയ്യണം. എങ്കിൽ മാത്രമേ ഈ അലാം വർക്കിംഗ് ആണ് അല്ലെ അലാം ഉണ്ട് എന്നുള്ള രീതിയിൽ ഇൻഷുറൻസ് നമുക്ക് കവർ തരുള്ളൂ. അതല്ല എങ്കിൽ ഒരു പക്ഷേ അവർക്ക് ക്ലെയിം പോലും ഡിനേ ചെയ്യാവുന്ന ഒരു സംഗതിയാണ്. ഇതെല്ലാ വർഷവും ഇവിടുത്തെ ഒരു സാധാരണ ടെക്നീഷ്യനെ വിളിച്ച് അയാൾ വന്നെല്ലാം ചെക്ക് ചെയ്ത് നമുക്കൊരു പേപ്പറിൽ NSAI സർട്ടിഫിക്കറ്റ് തരുമ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 100-150 യൂറോ വരെ നമ്മൾ ഇയർലി സ്പെൻഡ് ചെയ്യേണ്ടതാണ്. അത് പലർക്കും അവെയർ അല്ല ഈ കാര്യം. നമ്മളുടെ ആൾക്കാരിൽ പല ആൾക്കാർക്കും ഈ കാര്യം അവെയർ അല്ല എന്നാണ് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത്. ആ ഒരു പണം നമ്മൾ ഇയർലി സേവ് ചെയ്യുന്നതാണ് ഇതുപോലത്തെ ഒരു സിസ്റ്റം നമ്മളുടെ വീട്ടിൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. കൂടാതെ ഹോം ഇൻഷുറൻസ് എടുക്കുമ്പോൾ അവർ നമ്മളോട് ചോദിക്കാറുണ്ട് അലാമുള്ള വീടാണോ, അലാം ഫിറ്റഡ് ആണോ. അപ്പോൾ നമ്മളൊരു സ്റ്റാൻഡേർഡ് അലാമാണ് ഫിറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്ക് തരുന്നത് വെറും 5% റിബേറ്റാണ് ഇൻഷുറൻസിൽ. പക്ഷേ ഒരു മോണിറ്റേഡ് അലാം നമുക്ക് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അപ് ടു 15% അവർ നമുക്ക് ഡിസ്കൗണ്ട് തരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ഒരു സിസ്റ്റം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് അതിൽ നിന്ന് തന്നെ ഒരു സാമ്പത്തികമായ ലാഭം എല്ലാ വർഷവും തുടർച്ചയായി നമുക്ക് ലഭിക്കാറുണ്ട്. കൂടാതെ ഏതെങ്കിലും കാരണവശാൽ ഇതുപോലത്തെ ഈ ഇപ്പം ഞാൻ പറയുന്ന അവരുടെ ഒരു അലാം സിസ്റ്റത്തിൽ അവർ വേറെ ഒരു ഫെസിലിറ്റി നമുക്ക് എക്സ്ട്രാ തരുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും കാരണവശാൽ ഇപ്പോൾ ഈ പറയുന്ന സേഫ്റ്റികളെല്ലാം ഉണ്ട്, ഈ കാര്യങ്ങളെല്ലാം ഉണ്ട്, ഇത് നമുക്കറിയാം. ഇതറിയാൻ മേലാത്ത ഒരാൾക്ക് വേണമെങ്കിൽ നമുക്ക് ബ്രേക്കിൻ ചെയ്യാം. പക്ഷേ ബ്രേക്കിൻ ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. അവർ ഇവരുടെ ടെലിവിഷനുകളിലും അതുപോലെ തന്നെ ഇൻ്റർനെറ്റിലും ഒക്കെ ധാരാളം പരസ്യങ്ങൾ കൊടുക്കാറുണ്ട്. ഇത് അൺബ്രേക്കബിളാണ്, അൺടാമ്പറബിളാണ്. അതുപോലെ തന്നെ ഇത് പല സിസ്റ്റങ്ങൾ GSM അതുപോലെ തന്നെ ഒരു രീതിയിലും ഇതിനെ ബൈപ്പാസ് ചെയ്യാൻ സാധിക്കില്ല. അതുപോലെ തന്നെ മോണിറ്റേഡ് ആണ്, ഗാർഡ്സിൻ്റെ ഡിസ്പാച്ച് ഫാസ്റ്റായിട്ടുണ്ടാകും. ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ട് പൊതുവേ ഈ പറയുന്ന പ്രൊഫഷണലായിട്ടുള്ള ഇവിടുത്തെ മോഷ്ടാക്കൾ ഈ ഇങ്ങനത്തെ വീടുകൾ ചൂസ് ചെയ്യാറില്ല. ഇനി അഥവാ അങ്ങനെ ഏതെങ്കിലും കാരണവശാൽ അങ്ങനെ സംഭവിച്ചു പോയെങ്കിൽ പോലും ഒരു ബ്രേക്കിൻ നടന്നു, ഗ്ലാസ് പൊട്ടിച്ചു, അവരകത്ത് കയറി, അല്ലെ ഡോർ തകർത്തു, അവരകത്ത് കയറി, ഇമ്മീഡിയറ്റായിട്ട് വിതിൻ 4 hours ഇവരുടെ ടീം ബ്രേക്കിൻ എമർജൻസി റിപ്പയേഴ്സ് വന്ന് ചെയ്തിട്ട് പോകും. അതും നമ്മളുടെ ബോധറേഷൻ അല്ല. സ്റ്റിൽ നമ്മൾ വീട്ടിൽ സേഫായി കഴിയാൻ വേണ്ട അത്യാവശ്യം മെയിൻ്റനൻസുകൾ ഫ്രീ ഓഫ് കോസ്റ്റ് ഈ കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവരുടെ സംവിധാനം ഇവിടെ അയർലൻഡിൽ തന്നെ ബേസ് ചെയ്തിട്ടുള്ള മോണിറ്ററിംഗ് സെൻ്ററാണുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഈ പറഞ്ഞ എല്ലാ ഫെസിലിറ്റികളെല്ലാം അവർ തന്നെ ചെയ്യും. അതുപോലെ തന്നെ മോഷണം നമ്മളുടെ വീട്ടിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാരണവശാൽ അത് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ മോഷണം നടന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരുപക്ഷെ നമുക്ക് ഒരു അലാം സിസ്റ്റം ഉണ്ട്, അതിൽ SMS സംവിധാനമുണ്ട്. നമ്മൾ ഷോപ്പിങ്ങിന് പോയിരിക്കുന്ന സമയത്തായിരിക്കാം സംഭവിക്കുന്നത്. അറിഞ്ഞു എന്നെങ്കിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതിന് പരിമിതികളുണ്ട്. ഒന്ന്, ആ സമയത്ത് വിഷ്വൽ കൺഫർമേഷൻ ഇല്ല, നമ്മൾ വിളിച്ചാൽ ഗാർഡ് വരില്ല. അതല്ല, നമ്മൾ വീടിനകത്ത് തന്നെയാണെങ്കിൽ നമുക്ക് ഫോൺ ചെയ്യാൻ പറ്റുമോ എന്ന് അറിയില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും പ്രൊഫഷണൽ വേയിൽ നമ്മളൊരു കമ്പനിയെ ഏൽപ്പിച്ചു കൊടുത്ത് നമ്മുടെ സുരക്ഷിതത്വം, നമ്മുടെ ഇവിടെ മറ്റ് ചിലവുകളുടെ കൂടെ വളരെ ചെറിയ അഫോർഡബിളായ ഒരു ഇതുകൊണ്ട് നമ്മളുടെ വീടിൻ്റെ സുരക്ഷ വളരെയധികം വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ മറ്റ് ഫയർ സേഫ്റ്റിയുടെ മറ്റ് കാര്യങ്ങളിലൊന്നും യാതൊരുവിധ കോംപ്രമൈസും ചെയ്യാതെ തന്നെ നമുക്ക് ഏറ്റവും സേഫ്റ്റി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥ ഇതിനകത്തുണ്ട്. അതാണ് ഈ അലാം സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയ ഭംഗിയായി ഞാൻ കാണുന്നു. ഇത് ഈ താങ്കൾ പറഞ്ഞ സെക്യൂരിറ്റി സിസ്റ്റം ഒരു വീട്ടിൽ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ എത്ര യൂറോ ആകും? ഇത് ആദ്യകാലങ്ങളിൽ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സംവിധാനം താങ്കൾ നേരത്തെ പറഞ്ഞായിരുന്നു. അതായത് അത് ഭയങ്കര 12,500 യൂറോ ആദ്യം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അങ്ങനെയൊക്കെയുള്ള ഒരു സംവിധാനമാണ്. ലെവൽ ഓഫ് സെക്യൂരിറ്റി വെച്ച് നമ്മളിപ്പോൾ നിങ്ങൾ കേട്ടത് വെച്ച് മനസ്സിലായി കാണും. ആ ലെവൽ ഓഫ് സെക്യൂരിറ്റി വെച്ച് നിങ്ങളതൊന്ന് അസ്യൂം ചെയ്യുവാണെങ്കിൽ എന്ത് തരത്തിലുള്ള പ്രൈസ് ആയിരിക്കും. അതുപോലെ തന്നെ ഇതിന് ആക്ച്വലി സാധാരണ രീതിയിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ ഡയറക്റ്റ് നമുക്ക് ഫോൺ വിളിച്ചാൽ മതി. ഈ പറയുന്ന കമ്പനിക്കാരെ അവരെ ഫോൺ വിളിച്ച് അവർക്ക് ഫോണിൽ കൂടെ നമുക്ക് സാധനം വാങ്ങാനുള്ള സംവിധാനമുണ്ട്. അല്ലെങ്കിൽ ഓൺലൈൻ കോട്ടും എല്ലാം ചെയ്യാവുന്നതാണ്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നോർമലി അവർ ചാർജ് ചെയ്യുന്ന
സാധാരണഗതിയിലുള്ള ചാർജാണ് €699 ആണ്, ഇൻക്ലൂഡിങ് ഇൻസ്റ്റലേഷൻ വിത്ത് ദ ബേസിക് പാക്കേജ്. എന്നാൽ ഇത് നമ്മൾ ചെയ്യുന്ന ഇതേ കമ്പനിയുടെ സാധനം തന്നെ നമ്മൾ ചെയ്യുന്നത് ഒരു പ്രൊമോഷണൽ ബേസിലാണ്. അതായത് താങ്കൾ ചെയ്യുന്നത്, ഞാൻ ചെയ്യുന്നത്. അപ്പോൾ പ്രൊമോഷണൽ ബേസിലാകുമ്പോൾ അവർ അതിന് വലിയ ഡിസ്കൗണ്ട് തരുന്നുണ്ട്. അപ്പോൾ അവർ നമ്മളൊരു €399 ചാർജ് ചെയ്യുള്ളൂ. ചില ആക്സസറീസ് സൗജന്യം തരും. അപ്പോൾ നമുക്ക് ഒരു €300 to €400 നമുക്ക് ഇതിനകത്ത് സേവിങ് കിട്ടും. ഇതാണ് നമ്മൾ നേരിട്ട് വിളിക്കുന്നതിലും നമുക്കതല്ല നമ്മൾ ത്രൂ ചെയ്യുമ്പോൾ നമുക്ക് ചെയ്തു കൊടുക്കാവുന്ന, കസ്റ്റമർക്ക് ചെയ്തു കൊടുക്കാവുന്ന ഉപകാരം എന്ന് പറയുന്നത് ഒരു €300-400 കുറച്ച് ഒരു €399 ഇൻക്ലൂഡിങ് ഇൻസ്റ്റലേഷൻ എവറിത്തിങ് കിട്ടുന്നതാണ് നമുക്ക് ചെയ്തു കൊടുക്കാം. അതായത് ഇപ്പോഴത്തെ പ്രൈസ് അനുസരിച്ച് ഇപ്പോഴത്തെ പ്രൈസ് മാറാം. പക്ഷേ ഇപ്പം നോർമലി ഇപ്പോൾ കിട്ടുന്ന വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇതാണ്. അതായത് സാധാരണഗതിയിലുള്ള ഇതുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഒരു നോർമൽ വയർഡ് സിസ്റ്റം തന്നെ നമ്മൾ ഫിറ്റ് ചെയ്യണ ഏറ്റവും കുറഞ്ഞ €500 നമുക്ക് ആകുന്നതാണ്. ഒരു വയർഡ് സിസ്റ്റത്തിന് യാതൊരു രീതിയിലുള്ള ഒരു സേഫ്റ്റി ഇന്നത്തെ കാലത്തില്ല. അപ്പം വയർലെസ് സിസ്റ്റം വേണ്ടി വരും. ആ വയർലെസ് സിസ്റ്റം ആയി കഴിഞ്ഞാലും നോർമൽ ഒരു വയർലെസ് സിസ്റ്റത്തിന് ഒരു €900 €1000 ആകും. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇത്രയും പ്രൈസ് കുറച്ച് താങ്കൾക്ക് കിട്ടുന്നത്, താങ്കൾ സപ്ലൈ ചെയ്യുന്നത്? അതായത് ആ സെയിം എക്യുപ്മെന്റ്സ് തന്നെയാണോ, അതോ എക്യുപ്മെന്റ്സിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, അതേ സെയിം ക്വാളിറ്റി തന്നെയാണോ, എന്തെങ്കിലും വ്യത്യാസം? ക്വാളിറ്റി എന്നല്ല, സെയിം ആൾക്കാർ സെയിം കമ്പനി തന്നെയാണ് നിങ്ങളുടെ വീട്ടിൽ വന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. സെയിം പ്രോഡക്റ്റ്. പിന്നെ എങ്ങനെയാണ് താങ്കൾക്ക് ഇത്ര കുറച്ച് ചെയ്യാൻ പറ്റുന്നത്? അതിൻ്റെ ഒരു പ്രധാന കാരണം അത് പ്രൊമോഷണൽ ബേസിൽ നമ്മളിത് ആൾക്കാരോട് സംസാരിച്ച് ഇത് ചെയ്യുമ്പോൾ നമ്മൾ പല ആൾക്കാരോട് സംസാരിക്കുമ്പോഴായിരിക്കാം പലരും ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവർക്ക് കിട്ടുന്ന വലിയൊരു വൈഡ് അഡ്വർടൈസ്മെൻ്റ് ഉണ്ട്. ഈ വൈഡ് അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഫലമായിട്ട് എല്ലാവർക്കും അറിയില്ല ഇങ്ങനെ നമ്മൾ ത്രൂ ആണെങ്കിൽ ഇതിന് വില കുറവാണ്. അതല്ലേ കുറേ ആൾക്കാർ വിശ്വസിക്കാതെ വേണമെങ്കിൽ ഇരിക്കാം. അപ്പോൾ അവരെ ഡയറക്റ്റ് വിളിക്കുമ്പോൾ അവർക്കത് ഫുൾ പ്രൈസിൽ തന്നെ കൊടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഒരു കസ്റ്റമർ ബേസ് ആണ് ഉണ്ടാക്കി കൊടുക്കുന്നത് ഒരു ലൈഫ് ലോങ്. അപ്പോൾ അത്രയും കാര്യങ്ങളുള്ളത് കൊണ്ടാണ് അവർ ഈ സൗജന്യം നമുക്ക് ചെയ്തു തരുന്നത്. അതാണ് നമ്മളുടെ കസ്റ്റമർക്കുള്ള ലാഭം. നിങ്ങളെ കുറച്ചുകൂടി അട്രാക്ട് ചെയ്യാൻ വേണ്ടിയാണ് അവരങ്ങനെ. തീർച്ചയായിട്ടും ഈ €700 എന്ന് പറയുന്ന €700 നിന്ന് €400 സെയിം എല്ലാ രീതിയിലുള്ള അല്പം കൂടുതലാണ്. കൂടുതൽ സാധനങ്ങൾ ചിലപ്പോൾ ആക്സസറീസ് എന്തെങ്കിലും. എന്ത് ആക്സസറീസ് ആണ് കൂടുതൽ താങ്കൾ വഴി എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നത്? ഇപ്പോൾ നിലവിൽ അതിനകത്ത് റിമോട്ട് കൺട്രോൾ അത് സാധാരണഗതിയിൽ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ അതിനകത്ത് കിട്ടത്തില്ല. കിട്ടും, നമ്മൾ അതിന് അഡീഷണൽ പ്രൈസ് കൊടുക്കണം. അതിൻ്റെ റിമോട്ട് കൺട്രോൾ എന്ന് പറയാൻ നമുക്കൊരു ഉപകാരമുള്ള സാധനമാണ്. ഇത് നമുക്ക് ആവശ്യമാണ് ഈ സിസ്റ്റത്തിൻ്റെ കൂടെ. കാരണം നമ്മൾ ബെഡ്റൂമിലോട്ട് പോയി കിടക്കാൻ നേരത്ത് നമുക്ക് അലാം ഇട്ടിട്ട് കിടക്കാം, എഴുന്നേറ്റ് വരുമ്പോൾ അലാം അവിടെ നിന്ന് ഓഫ് ചെയ്യാം. അതെല്ലാം നിങ്ങളുടെ മൊബൈൽ ഫോണിലും ഈ പറയുന്ന സംവിധാനങ്ങളെല്ലാം ഉണ്ട്. എങ്കിലും അത് നമുക്കൊരു അട്രാക്റ്റീവ് ഒരു ആവശ്യ ഘടകം, അതൊരു ഹാൻഡിയാണ് കുറച്ചുകൂടി. അപ്പോൾ ആവശ്യ ഘടകം തന്നെയാണത്. അത് നമുക്ക് സൗജന്യമായിട്ട് ഇപ്പോൾ അതിൻ്റെ കൂടെ ചെയ്ത് കൊടുക്കാൻ പറ്റും. പ്ലസ് ഈ പറയുന്ന ക്യാഷ് ഡിസ്കൗണ്ട് തന്നെ നേരിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ താങ്കൾ ആദ്യമേ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതിനകത്ത് പല കമ്പോണൻസും ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ, ഈ പ്രോഡക്റ്റിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതിനകത്ത് ആദ്യമേ പറഞ്ഞൊരു കാര്യമാണ് PIR ക്യാമറ, PIR സെൻസർ, PIR സെൻസർ വിത്ത് ക്യാമറ. അത് ഒറ്റ യൂണിറ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ സെൻസർ എല്ലാവരും കണ്ടിട്ടുണ്ട്, എന്താണ് സെൻസർ എന്നുള്ളത്. റൂം ടെമ്പറേച്ചറിൽ ഒരു ബോഡി ടെമ്പറേച്ചർ ഒരു എന്തെങ്കിലും ഒരു മനുഷ്യനോ വന്നു കഴിഞ്ഞാൽ ആക്ടിവേറ്റ് ആകും. പക്ഷേ അതിനുശേഷം അപ്ഡേറ്റ് ചെയ്തതാണ് ക്യാമറയും ബിൽറ്റിൻ ആയിട്ടുള്ളത്. ഈ ക്യാമറ വരുമ്പോൾ നമ്മുടെ പേഴ്സണൽ, നമ്മുടെ സേഫ്റ്റി, അതായത് പ്രൈവസി, അത് വലിയൊരു പ്രശ്നം തന്നെയല്ലേ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മളിവിടെ ഇരിക്കുന്നു, ഈ ഇരിക്കുന്ന അവസ്ഥ നമ്മൾ നേരെ തന്നെ കാണുന്നത് വിൻഡോ ആണ്. അപ്പൊ വിൻഡോയുടെ ഓപ്പോസിറ്റ് ആയിരിക്കും ഈ ക്യാമറ വെച്ചിരിക്കുക. വിൻഡോന്റെ റൂമിന്റെ ഏതൊരു കോർണർ, അതായത് പെട്ടെന്ന് വ്യൂ ഉണ്ടാകും. ആ വ്യൂ വിൻഡോയിലേക്ക് വെച്ചിട്ടായിരിക്കും ഇരിക്കുക. അല്ല, ഹോൾ മുറി കവർ ചെയ്യും. ഓക്കെ, ഹോൾ റൂം കവർ ചെയ്യുവാണ്. അപ്പൊ എനി പാർട്ട് അത് ഒരു 90 ഡിഗ്രീസ് ഒരു ക്യാമറയുടെ ഇതറിയാമല്ലോ. അപ്പൊ ആ ക്യാമറയുടെ ആ ആംഗിളിൽ വരുന്ന ഏത് സാധനവും, അതായത് ജനലിന് ഇവിടെ തന്നെ ഒരാൾ വരണമെന്നില്ല, അത് ഇവിടെ നിന്നാലും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അത് ആക്ടിവേറ്റ് ആവും. ഓക്കെ, അതിനകത്ത് ചോദ്യം പ്രൈവസിയാണ്. എനിക്ക് പ്രൈവസിയാണ് സംഭവം. അതിപ്പോ നമ്മളിവിടെ ഇരിക്കുന്നതും ഇപ്പൊ പ്രൈവസി എന്ന് പറയുമ്പോൾ എന്റെ കാര്യമല്ല, ഞാൻ ഈ കാണുന്ന പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത്. അതായത് പ്രൈവസി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ എല്ലാവരും പറയാറുള്ള ഒരു കാര്യമാണ്, ചിലപ്പോൾ എനിക്ക് ഷർട്ട് ഇടാതിരിക്കാം, ശരിക്കും എനിക്ക് ബർമൂഡ ഇട്ടിട്ടിരിക്കാം, അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് എനിക്ക് വിശദമായിട്ട് ഇരിക്കാം, അല്ലേ? അതൊരു പ്രശ്നമാണ്. അപ്പോൾ അതെല്ലാവരും അവിടെ നിന്ന് കാണുമല്ലേ? ഓക്കെ, അണ്ടർസ്റ്റുഡ്, ചോദ്യം മനസ്സിലായി. അതായത് ലോകത്തൊരു മനുഷ്യനും
ഒന്ന് ക്യാമറയുടെ മുന്നേ ഇരിക്കുക എന്ന് പറയുന്നത് തന്നെ, ക്യാമറ എന്ന് പറയുന്ന സാധനത്തിനോട് തന്നെ നമുക്കൊരു ചെറിയ ഫോബിയ കാണും സാധാരണ മനുഷ്യന്. അത് പോട്ടെ, അതല്ലാതെ തന്നെ മറ്റൊരുത്തിന് ഓപ്പറേറ്റ് ചെയ്യാവുന്ന ഒരു ക്യാമറ സ്വന്തം വീട്ടിൽ കൊണ്ടുവെക്കാൻ ആരും ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, പ്രിൻസിൻ്റെ വീട്ടിൽ തന്നെ നടക്കുന്നു, നോക്കിയേക്കാണെങ്കിൽ ഒരുത്തൻ ബട്ടൺ ഞെക്കുന്നു, കാണുന്നു, ഒരു സുഖമുള്ള ഇടപാടല്ല. പക്ഷേ നിങ്ങളുടെ 1% പ്രൈവസി ഈ സംവിധാനത്തിന് നഷ്ടപ്പെടത്തില്ല. എങ്ങനെയാണ്? ഒന്ന്, ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഒരു വീഡിയോ ക്യാമറ അല്ല, മൂവി എടുക്കുന്നത് മോഷൻ പിക്ചേഴ്സ് അല്ല എടുക്കുന്നത്, മറിച്ച് സ്റ്റിൽ ഫോട്ടോഗ്രാഫ്സാണ് എടുക്കുന്നത്. ഒന്ന്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇതുകൊണ്ട് ഫിറ്റ് ചെയ്യുന്നത് ഒരിക്കലും നിങ്ങളുടെ പ്രൈവറ്റ് ഏരിയാസിലല്ല, ലൈക്ക് ബെഡ്റൂം, ബാത്റൂം, ഇവിടെയൊന്നും അല്ല ഇത് ഫിറ്റ് ചെയ്യുന്നത്. കാരണം അതുവഴിയല്ല ഒരു മോഷണ ശ്രമവും കാര്യങ്ങളും നടക്കുന്നത്. അതിന് എൻട്രി ചെയ്യാനായിട്ട് ഏതെങ്കിലും ഒരു വഴിയിൽ കൂടെ കയറണം. അപ്പോൾ അത് സാധാരണ രീതിയിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നത് മുഴുവൻ പബ്ലിക് ഏരിയാസിലാണ്. പൊതുവിൽ പബ്ലിക് ഏരിയാസിൽ നമ്മൾ മാന്യത പാലിക്കുന്നവരുമാണ്. അപ്പോൾ നിങ്ങളുടെ പ്രൈവസിയെ കാര്യമായി ആ രീതി ബാധിക്കുന്നില്ല. പിന്നെ അത് കൂടാതെ ഈ ഫോട്ടോസ് ഇനിയും ഏതെങ്കിലും കാരണവശാൽ നമ്മൾ അലാം ഇട്ടു, ബൈ ചാൻസ് നമ്മൾ തന്നെ പെട്ടുപോയിരുന്ന സമയത്താണ് ഇത് ഫോട്ടോ എടുക്കുന്നത്. അല്ലാതെ അവിടെ ഇരുന്നുകൊണ്ട് ഒരാൾ കോപ്പറേറ്റ് ചെയ്ത് ഫോട്ടോ എടുക്കാവുന്ന ഒരു സംവിധാനമല്ല ഇത്. നമ്മളുടെ വലിയ പ്രൈവസി, ഇവിടുത്തെ നിയമങ്ങളും കാര്യങ്ങളും അറിയാമല്ലോ, അതിനെ ഒരു തരത്തിലും അവർ കോംപ്രമൈസ് ചെയ്യുന്നില്ല. അപ്പം ഇത് ആക്ടിവേറ്റ് ആയി ഫോട്ടോ എടുക്കുന്നുണ്ടെങ്കിൽ കീ എന്ന് പറഞ്ഞൊരു ശബ്ദം കൂടെ നിങ്ങൾ കേൾക്കുന്നുണ്ട്. അതായത് ഫ്ലാഷ് സൗണ്ട് ആണോ കേൾക്കുക? അല്ല, ഒരു ബസർ ഉണ്ടാവും. ആ ബസറിന്റെ ശബ്ദം നമുക്ക് കേൾക്കാം. ഓക്കെ, അപ്പൊ ആ ശബ്ദം കേൾക്കുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ഫോട്ടോ എടുക്കുന്നുണ്ടെങ്കിൽ ഫോട്ടോ എടുക്കുന്നുണ്ട് എന്നുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ. എഗെയിൻ, ഈ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ പോലും, ഇനിയിപ്പോൾ എന്തെങ്കിലും അബദ്ധം പറ്റി എടുത്തു കഴിഞ്ഞാൽ പോലും ഇത് അവരുടെ സിസ്റ്റത്തിൽ മാത്രമാണ് പോണത്. നിങ്ങളിത് റിപ്പോർട്ട് ചെയ്യാത്ത ഒരു ക്രൈം ഇല്ലാത്ത ഒരു കേസാണ് എങ്കിൽ നിങ്ങളപ്പോൾ അവർ നിങ്ങളെ വിളിക്കും. സ്വാഭാവികമായിട്ടും നിങ്ങൾ പറയും ഓക്കെ ഞാൻ തന്നെയാണ്, കുഴപ്പമില്ല എന്ന് പറയുന്നു, അലാം ക്യാൻസൽ ചെയ്യുന്നു. അങ്ങനെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 21st ഡേ ഇത് ഓട്ടോമാറ്റിക്കലി സിസ്റ്റത്തിൽ നിന്ന് ഡിലീറ്റ് ആയി. അല്ലാതെ ഇതിനകത്ത് ആരും പ്രിന്റ് എടുത്ത് ഇന്റർനെറ്റിൽ കൊടുക്കുന്നില്ല. ഓക്കെ, അത് നിങ്ങളുടെ പ്രൈവസിയുടെ വിഷയമാണ്. ഇനി അതല്ല, ഇതൊരു റിയൽ ബ്രേക്കിനാണ്. ഫോട്ടോ എടുത്തിരിക്കുന്നത് മോഷ്ടാവിൻ്റെ ഫോട്ടോ ആണ് എടുത്തിരിക്കുന്നത്. ഒരു പക്ഷേ അന്വേഷണത്തിന് സഹായകരമായേക്കാം എന്ന് നിങ്ങൾക്കും, അതുപോലെ തന്നെ അതിൻ്റെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന അതോറിറ്റി ലൈക്ക് ഗാർഡ്സ് അവർക്കും തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഈ ഫോട്ടോ അവരോട് ആവശ്യപ്പെടാം. അങ്ങനെ ആവശ്യപ്പെട്ടാലും അത് നിങ്ങൾക്ക് തരുന്നില്ല. അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന അതോറിറ്റിക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ. എടുക്കപ്പെട്ടാൽ പോലും ആരും കാണാത്ത ഫോട്ടോ ആണിത്. അത് നിങ്ങളെ അറിയുന്നോ നിങ്ങളുടെ ഇതിലോ ഉള്ള യാതൊരുവിധ പ്രൈവസിയും നഷ്ടപ്പെടുന്നില്ല. 21st ഡേ ഇത് ഡിലീറ്റ് ആയി പോകും. അതുപോലെ തന്നെ പബ്ലിക് ഏരിയാസിലല്ല ഇത് ഫിറ്റ് ചെയ്തിട്ട് മാത്രമേ ഇത് ഫിറ്റ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ വേറെ പ്രശ്നങ്ങൾ ഇതിനകത്തില്ല. ഇത് കൂടാതെ നിങ്ങൾ കംപ്ലൈൻറ്റ് ചെയ്ത് ഇതൊരു ആക്ച്വൽ ഇൻസിഡൻ്റ് ആണ്, സഹായകരമാകുമെന്ന് തോന്നിയാൽ നിങ്ങളുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രം ആണ് ഇത് ഗാർഡ്സിന് കൊടുക്കുന്നത്. അപ്പോൾ ക്യാമറ ഉണ്ടെന്നൊരു ബോധമോ ചിന്തയോ നമുക്ക് ആവശ്യമില്ല. നമ്മൾ അലാം ഇട്ടിട്ടല്ല അത് വഴി നടക്കുന്നത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അലാം ഇട്ടിട്ടാണ്, അല്ലെങ്കിൽ അലാം ആക്ടിവേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അബദ്ധം പറ്റിയാൽ മാത്രമാണ് ഇതിനകത്തൊരു പ്രശ്നം ഉണ്ടാകുന്നത്. ശരിക്കും പറഞ്ഞാൽ ക്യാമറ ഇല്ലാത്ത പോലെ തന്നെയുള്ള പ്രൈവസി അതിനകത്ത് വരുന്നില്ലേ? 1% പോലും നിങ്ങൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നില്ല എന്നർത്ഥം. ക്ലിയർ ആണോ? തീർച്ചയായിട്ടും. പിന്നെ ഉള്ള ഒരു സംശയമാണ് ഈ വളർത്തു നായ അല്ലെങ്കിൽ പൂച്ചയൊക്കെ വീടുകളിൽ, മലയാളികളുടെ വീടുകളിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഈ സാധനം ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ബോഡി ടെമ്പറേച്ചർ വഴിയാണ് ഈ ക്യാമറ അല്ലെങ്കിൽ സെൻസർ സെൻസ് ചെയ്യുന്നത്. ബോഡി ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഒത്തിരി കൺഫ്യൂസ് ചെയ്യിക്കേണ്ട കാര്യമില്ല. ആള് കയറി കഴിഞ്ഞാൽ ഇത് അടിക്കും തന്നെയുള്ള രീതിയിൽ മനസ്സിലാക്കുക. അപ്പോൾ ഈ വളർത്തുന്ന നായ വന്നാലും അടിക്കും. അപ്പോൾ അതിനെ ഒന്നുമില്ല, നമ്മളെ ഈ പറയുന്ന വളർത്തുന്ന നായ നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്നവർക്ക് ഇതൊരു പെറ്റ് ഫ്രണ്ട്ലി ആണിത്. അപ്പം താഴെക്കൂടെ മാത്രം നടക്കുന്ന ഒരു നായയാണെങ്കിൽ പ്രശ്നമില്ല. ഓക്കെ, അതിനൊരു ഹൈറ്റ് വേണേൽ അവർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് അവർക്ക് സിസ്റ്റം സെറ്റ് ചെയ്യാൻ പറ്റും. അതല്ലാതെ നമ്മൾ സാധാരണഗതിയിൽ ഇതാണെങ്കിലും നമ്മൾ എല്ലാ മുറിയിലൂടെ അഴിച്ചു വിട്ടിട്ടല്ല സാധാരണഗതിയിൽ പോകുന്നത്. ആ ഒരു മുറി മാത്രമായിട്ട് വേണമെങ്കിൽ നമുക്ക് ബൈപ്പാസ് ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. ഈ സിസ്റ്റം ബൈപ്പാസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താ? സിസ്റ്റം ഇതുവരെയുള്ള സാങ്കേതികതയും അറിവും നമ്മുടെ അനുഭവങ്ങളും, അതാണ് ഒരു കാര്യം. ഇവർ ബൈപ്പാസ് ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ ഇതെല്ലാം വയർലെസ് ആണ് ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പോൾ ഏതെങ്കിലും കാരണവശാൽ ഒരാൾ നമ്മളുടെ വീടിനകത്ത് കയറി ഒരു PIR ക്യാമറ തല്ലിപ്പൊട്ടിച്ചു, നശിപ്പിക്കപ്പെടാമല്ലോ. അത് നശിപ്പിക്കപ്പെട്ടാൽ ആകെപ്പാടെ നശിപ്പിക്കപ്പെടുന്ന അതാണ്. ബാക്കിയുള്ള ഫുൾ സിസ്റ്റം വർക്കിംഗ് ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഇതിന് നമ്മളുടെ ഈ സിസ്റ്റത്തിൻ്റെ എല്ലാ ഇൻഡിവിജ്വൽ യൂണിറ്റ്സും അതിനകത്ത് തന്നെയുള്ള ബാറ്ററിയിലാണ് പ്രവർത്തിക്കുന്നത്. കൂടാതെ ആകെപ്പാടെ നമുക്ക് ഒരു മെയിൻ പവർ മാത്രമേ ഇത് യൂസ് ചെയ്യുന്നുള്ളൂ. അത് യൂസ് ചെയ്യുന്ന ഒരു സാധനം എവിടെയാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഈവൻ ഞാൻ പോലും അറിയുന്നില്ല. ആകെപ്പാടെ അറിയാവുന്ന ഇത് ഫിറ്റ് ചെയ്യാൻ വന്ന എഞ്ചിനീയർക്കും നിങ്ങൾക്കും മാത്രമാണ് ഈ സാധനം എവിടെയോ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അത് മാത്രമാണ് ഇലക്ട്രിക്കലി കണക്റ്റഡ് ആയിട്ടുള്ള നമ്മുടെ വീട്ടിലെ വൈദ്യുതിയുമായി കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതിന് 48 മണിക്കൂർ ബാറ്ററി ബാക്കപ്പ് ഉണ്ട്. വെളിയിൽ നിന്ന് വേണേൽ വൈദ്യുതി കട്ട് ചെയ്യാമല്ലോ. അപ്പോൾ അതിന് 48 മണിക്കൂറുണ്ട്. ആ രീതിയിൽ തന്നെ ബൈപ്പാസ് ചെയ്യാൻ പറ്റില്ല. പ്ലസ് നിങ്ങളുടെ വൈഫൈ ഇതിനകത്ത് കണക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ വൈഫൈയും പുറത്തുനിന്ന് കട്ട് ചെയ്യപ്പെടാം.
അപ്പം വൈഫൈ കട്ട് ചെയ്താലും ഇതിനകത്ത് അഗെയിൻ സ്റ്റിൽ ഒരു GSM നമ്മുടെ മൊബൈലിൻ്റെ പോലത്തെ ഒരു സിം കാർഡുണ്ട്. അത് അവർ ഫിറ്റ് ചെയ്യാൻ വരുന്ന എഞ്ചിനീയർ അത് കൃത്യമായിട്ട് ചെക്ക് ചെയ്യും. നിങ്ങളുടെ വീട്ടിൽ റേഞ്ചും കാര്യങ്ങളും എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷമാണ് അത് ഫിറ്റ് കിട്ടുന്ന ഭാഗം എവിടെയാണെന്ന് വെച്ചാൽ അവിടെ ആയിരിക്കും. ഓക്കെ, എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് ഇത് നമ്മളുടെ മൊബൈൽ ഫോണിൽ നമ്മൾ ഉപയോഗിക്കുന്ന പോലെ തന്നെയുള്ള ഒരു സംവിധാനമാണ്. ഇപ്പോൾ മൊബൈൽ ഫോണിൽ നമുക്ക് സിമ്മിൻ്റെ റേഞ്ച് ഇല്ലാത്ത സ്ഥലങ്ങളിൽ നമുക്ക് വൈഫൈ കണക്ട് ചെയ്യാം. അപ്പോൾ വൈഫൈ ഉണ്ട്. അതുകൊണ്ട് ഇതെല്ലാം കൂടെ ബൈപ്പാസ് ചെയ്യുന്ന ഒരു കേസിലാണ് ഇത് വരുന്നത്. ഈ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് പിന്നെ കൂടാതെ ഇപ്പം ഞാൻ പറഞ്ഞ കുറേ സേഫ്റ്റികൾ അതിനകത്ത് എത്രയൊക്കെ കാര്യങ്ങൾ ചെയ്താലാണ് ഇത് ബൈപ്പാസ് ചെയ്യപ്പെടാമെന്നുള്ളത് അതിന് പിടികിട്ടി. പിന്നെ തന്നെയല്ല, നിങ്ങളാരും വീട്ടിൽ കൊണ്ട് ടിപ്പു സുൽത്താൻ്റെ വാൾ സൂക്ഷിക്കുന്നില്ല. എന്ന് വെച്ചാൽ വളരെ അമൂല്യമായ സാധനം. ഒരു വീട്ടിൽ കയറിയ കിട്ടുന്നതിൻ്റെ അനുസരിച്ച് മോഷ്ടാവിനും താല്പര്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ കയറിയ ഇപ്പം ടിപ്പു സുൽത്താൻ്റെ വാൾ കൊണ്ട് വെച്ചിട്ടുണ്ട്, അത് ഭയങ്കര സാധനമാണെന്ന് അറിയുന്ന മോഷ്ടാവ് ഒരു പക്ഷേ ശ്രമിക്കാം. പക്ഷെ നമ്മളുടെ ഒന്നും വീടുകളിൽ കയറുന്ന ഒരു കള്ളൻ അങ്ങനെ ഒരു വലിയ പ്രതീക്ഷ കാണത്തില്ല. അതുകൊണ്ട് തന്നെ അവൻ ഇടുന്ന എഫേർട്ടിനും പരിമിതികളുണ്ടാവും. അനുഭവത്തിലും ഇതാണ്ട് അങ്ങനെ തന്നെയാണ് എന്നാണ് തോന്നുന്നത്. ഇപ്പം ഈ GSM സിം എന്ന് പറയുന്നത് അത് തല്ലിപ്പൊട്ടിക്കാൻ പറ്റാത്ത സിസ്റ്റമാണ്. അത് തല്ലിപ്പൊട്ടിക്കണേ ആദ്യം ഇത് എവിടെ ഇരിക്കുന്നതെന്ന് അറിയണം. ഇനിയിപ്പോൾ അറിഞ്ഞാൽ തന്നെ അവനെ ഈ പറയുന്ന ഇതിൽ കൂടെ ഏതിലെല്ലാം കൂടെ കയറി വരണം. അതിനോടകം തന്നെ സംഭവം നടന്നു കഴിഞ്ഞു, അത് സെൻഡ് ചെയ്ത് കഴിഞ്ഞു, ഫോട്ടോ സഹിതം അവരറിഞ്ഞു കഴിഞ്ഞു. ഇതും കൂടാതെ ഇതിനൊരു അട്രാക്റ്റീവായുള്ളൊരു പാർട്ടുണ്ട്. നമ്മളിവിടെ എവിടെയെങ്കിലും ഗാർഡ്സിൻ്റെ എന്തെങ്കിലും ഇതൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും. ഇവിടെ എന്തെങ്കിലും കാരണവശാൽ ഒരു മോഷണത്തിന് നമ്മുടെ വീടിനകത്ത് ഒരാൾ കയറി, അല്ലെങ്കിൽ കള്ളന്മാരെ മോഷ്ടാക്കൾ അകത്ത് കയറി, ആ സ്ഥലത്ത് നമ്മൾ ഹീറോയിസം കാണിക്കരുതെന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. ഹീറോയിസം എന്ന് വെച്ചാൽ അവനെ പിടിച്ച് തല്ലുവോ അവനെ ഉപദ്രവിക്കുകയോ ഒന്നും നിയമപരമായി അതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ട്. അത് കൂടാതെ നമ്മളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് കൂടിയാണ് അവരിത് പറയുന്നത്. കാരണം അവൻ പറയുന്നത് അനുസരിക്കുക. അവൻ വന്നു, ഇത് അലാം അടിച്ചു, ശരി അലാം ഓഫ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അലാം ഓഫ് ചെയ്യുക. ഫസ്റ്റ് ഓഫ് ഓൾ ഫോൺ എടുക്കരുതെന്ന് പറഞ്ഞാൽ ഫോൺ എടുക്കാതിരിക്കുക. ഇതൊക്കെ സാധാരണ രീതിയിൽ നമ്മളൊരു സാധാരണ അലാമാണ്, അലാം ഓഫ് ചെയ്താൽ കഴിഞ്ഞു. ആൾക്കാരും വിചാരിക്കും ഓക്കെ ഒരു അബദ്ധം പറ്റി അടിച്ചു കഴിഞ്ഞു. ആരെയും ശ്രദ്ധിക്കുന്ന അയൽവക്കംകാർ ഉണ്ടെങ്കിൽ പോലും അത് തന്നെയല്ല നമ്മളത് ചെയ്യുന്ന നമ്മുടെ സുരക്ഷയ്ക്ക് ഒട്ടും ഇതല്ല. അതുകൊണ്ട് നമ്മളത് അനുസരിക്കുക. ഇവിടെ ഇത് നിങ്ങളുടെ സുരക്ഷയെ ഇല്ലാതാക്കുന്നില്ല. കാരണം നിങ്ങൾ അലാം റീസെറ്റ് ചെയ്യാൻ അവർ ആവശ്യപ്പെട്ട അലാം റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോലും നിങ്ങളുടെ ഒരു അലാം ആക്ടിവേറ്റ് ഉണ്ടെങ്കിൽ അവിടെ അത് മോണിറ്ററിംഗ് സെൻറ്ററിൽ അവർ അവയറാണ്. നിങ്ങളുടെ എവിടെ അലാം അടിച്ചിട്ടുണ്ട്, നിങ്ങൾ റീസെറ്റ് ചെയ്തു എന്ന് അവരറിഞ്ഞാലും സ്റ്റിൽ അവർ നിങ്ങളെ വിളിക്കുമ്പം ഒരുപക്ഷെ അവർ നിങ്ങളെ ഫോൺ എടുക്കാൻ അനുവദിക്കാതിരിക്കാം. എന്ന് പറഞ്ഞാൽ ഇവർ ഇതിനെ മറ്റ് ഗാർഡ്സും മറ്റ് കാര്യങ്ങളിലോട്ടും ഇവർ പോകുന്നത് എപ്പോഴാണ്? നിങ്ങൾ വിളിക്കുമ്പോൾ ഫോൺ എടുക്കാതിരിക്കുക, നിങ്ങളുടെ വെരിഫിക്കേഷൻ വേർഡ് തെറ്റിച്ച് പറയുക, അതല്ല നിങ്ങൾ ഫോൺ എടുത്തിട്ട് പറയുന്നത് ഞങ്ങളാരും വീട്ടിലില്ല എന്ന് പറയുന്ന കേസിൽ അവർ അടുത്ത സ്റ്റെപ്പ് എടുക്കും. അതവർക്ക് സംശയം വരുന്ന സാഹചര്യത്തിലാണ്. ഇപ്പോൾ ചില്ല് പൊട്ടിച്ച് കയറുന്ന ഒരാളാണ് ക്യാമറയിൽ കാണുന്നുണ്ട്, ചില്ല് പൊട്ടിച്ച് ഏതെങ്കിലും വീട്ടുകാരൻ കയറില്ല, അവർ സ്ട്രൈറ്റ് ഗാർഡിനെ ഇൻഫോം ചെയ്തിരിക്കും. മാസ്ക് വെച്ചിട്ട് കയറുവാണെങ്കിൽ ഡെഫിനറ്റ് കള്ളനാണ്. അപ്പോൾ തന്നെ അവരത് ഇൻഫോം ചെയ്യും. അവർ പറയും കൂടുതൽ ഫാസ്റ്റ് ആയിട്ട് തന്നെ ചെയ്യാനേ പറയും. കാരണം ഇത് വാച്ച് ചെയ്യുന്നത് റോബോട്ട്സ് അല്ല, മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് സ്വാഭാവികമായി വിവേചനശേഷി ഉണ്ടാവില്ല. ഇപ്പം നമ്മൾ അവിടെ ഇരുന്ന് വാച്ച് ചെയ്യുന്നെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ബോധം ഉണ്ടാവില്ല. അതല്ല ഇതുവരെ സ്ഥിരം ചെയ്യുന്ന പണിയുമാണ്. അപ്പോൾ അവർക്ക് പല എക്സ്പീരിയൻസുകൾ കാണും. അപ്പം ഇവരുടെ ഇതിൽ പൊതുവിൽ കമ്പാരിറ്റീവ്ലി വളരെ ശതമാനക്കണക്കിൽ വളരെ കുറഞ്ഞ ബ്രേക്കിൻസുകളിലാണ് പറയുന്നത്. വളരെ വളരെ നെഗ്ലിജിബിൾ ആണത്. കാരണം ഈ പറയുന്ന മോഷ്ടാക്കൾ ഇതിനെപ്പറ്റി അവെയർ ആയതുകൊണ്ടാണ്. സാധാരണ രീതിയിലുള്ള വയർലെസ് അലാമോ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് അലാമോ ഒക്കെ 1000 അല്ലെങ്കിൽ 1500 വരുന്ന സമയത്ത് ഇതെങ്ങനെയാണ് ഇത്രയും കുറഞ്ഞ റേറ്റിൽ ഇവർക്ക് തരാൻ പറ്റുന്നത്? എങ്ങനെയാണത്? അതിന് പ്രത്യേകിച്ച് കോൺട്രാക്റ്റുകളോ കാര്യങ്ങളോ ഇവർ പറയുന്നില്ല. അത് വൺസ് ഈ അലാം ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് സമയം അത് നമ്മൾ മോണിറ്ററിങ് ഒരു ചാർജ് വരെ ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊരു കോൺട്രാക്ട് ബേസ്ഡ് അല്ല. നിങ്ങൾ ഇത്ര വർഷം ഇത് ചെയ്തോണം. നേരത്തെ അത് അങ്ങനെ ആയിരുന്നു. അതായത് നേരത്തെ ഇതൊരു 3 വർഷത്തെ കോൺട്രാക്ട് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ 3 വർഷത്തെ കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇതിന് 3 വർഷം മോണിറ്ററിങ് ചാർജ് കൊടുക്കുന്നുണ്ട്. ഓഫ് കോഴ്സ് ഒരു റീസണബിൾ ആയിട്ടുള്ള ഒരു പൈസയാണെങ്കിൽ പോലും 3 വർഷം കൊണ്ട് അവർക്കൊരു എമൗണ്ട് കിട്ടുന്നുണ്ടായിരുന്നു. അതായിരുന്നു അവരുടെ ഒരു ബ്രേക്ക് ഈവൻ അല്ല, അവർക്കൊരു ലാഭത്തിലോട്ട്. ഇവർ തന്നെ എനിക്ക് വിശ്വാസമില്ല എൻ്റെ ഒരു അറിവ് വെച്ചിട്ട്. കാരണം ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ വരാൻ തന്നെ ഏതാണ്ട് ഒരു 3 മണിക്കൂർ പണിയുണ്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ. ആ ഇൻസ്റ്റലേഷൻ കോസ്റ്റ് ഉൾപ്പെടെയാണ് നമ്മൾ പറഞ്ഞ എമൗണ്ട് ഇന്നത്തെ നിലയിൽ ഇവർ വാങ്ങുന്നത്. അപ്പം അത് അവർക്ക് വർത്താവില്ല. അവർക്ക് അത് കൂടിയ പൈസ എന്തായാലും ചിലവുണ്ടാവും. ഒരിക്കലും ഈ പൈസയ്ക്ക് ആയിരിക്കില്ല അവർ ചെയ്യുന്നത്. അവരുടെ എയിം എന്ന് പറയുന്നത് ഈ മോണിറ്ററിങ് ചാർജ് തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അതിനുവേണ്ടി കോൺട്രാക്ട് ഇല്ലാത്ത എന്താണെന്ന് നിങ്ങൾക്ക് സ്വാഭാവികമായി സംശയം വരാം. കാരണം അങ്ങനെയുള്ള ഒരു 3 വർഷത്തെ അല്ല 5 വർഷത്തെ കോൺട്രാക്ട് വെക്കണ്ടേ. അപ്പോൾ സ്വാഭാവികമായി നിങ്ങളുടെ ചോദ്യം 3 വർഷം അല്ലെ ഒരു 5 വർഷം ഇവർ ഒരു കോൺട്രാക്ട് നമുക്ക് നിർബന്ധിതമായിട്ട് തരണ്ടേ? അങ്ങനെ ആയിരുന്നു. എന്നാൽ ഇവരുടെ എക്സ്പീരിയൻസിൽ, ഈ കമ്പനിക്കാരുടെ എക്സ്പീരിയൻസിൽ
ഇവർ 3 ഇയർ കോൺട്രാക്റ്റ് കൊടുത്തു, വില കുറച്ച് കൊടുത്തു. അത് കഴിയുമ്പോൾ അവർക്കൊരു ബ്രേക്ക് ഇവൻ അല്ലെങ്കിൽ അവർക്കൊരു ലാഭത്തിലോട്ട് എത്തിക്കഴിയുന്ന ഒരു കാലഘട്ടമായിരുന്നു ഈ 3 വർഷം. എന്നാൽ ഈ 3 വർഷം കഴിഞ്ഞ് ആൾക്കാർ ഇത് വിട്ടുപോകുന്നില്ല. അവർ വീണ്ടും ഇത് കണ്ടിന്യൂ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ അവരുടെ 96.4% മറ്റുമാണ് അവർ അതിൻ്റെ കണക്ക് പറയുന്നത്. അപ്പോൾ അതിനകത്ത് മരിച്ചു പോകുന്നവരുണ്ട്, വീട് മാറിപ്പോകുന്നവരും കാണും. അപ്പോൾ അതുകൊണ്ട് ഓൾമോസ്റ്റ് 100% നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇതൊരിക്കൽ യൂസ് ചെയ്ത് അനുഭവമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം അവന് കിട്ടുന്ന പീസ് ഓഫ് മൈൻഡ് ഇവരുടെ ക്വാളിറ്റി ഓഫ് സർവീസ് വെച്ചിട്ട് വളരെ അഫോർഡബിളും വളരെ ചീപ്പുമാണെന്ന് തോന്നുന്നതുകൊണ്ടാണല്ലോ ആൾക്കാർ കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസരത്തിൽ ഇത് ഫിറ്റ് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങുക തന്നെയാണ്. അങ്ങനെ ഉപയോഗിക്കാൻ തുടങ്ങി ബോധ്യപ്പെടുന്ന ഒരാളെ സംബന്ധിച്ചോളം നിർബന്ധിതമായൊരു കോൺട്രാക്റ്റ്, ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് തന്നെ വന്നിട്ട് ഞാൻ പറയുകയാണെങ്കിൽ 3 വർഷത്തെ കോൺട്രാക്റ്റ് സൈൻ ചെയ്യണം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഭയപ്പാടുണ്ടാവും. ഇത് നല്ലതല്ലെങ്കിലും നിങ്ങൾ സഹിക്കേണ്ടി വരും. ഇത് നല്ലതാണെന്ന് ഇവർക്ക് ബോധ്യമുള്ളത് കൊണ്ടും ഒരിക്കൽ ഫിറ്റ് ചെയ്താൽ നിങ്ങൾ ക്യാൻസൽ ചെയ്യില്ലെന്നുള്ള വിശ്വാസം ഉള്ളതുകൊണ്ടും അവർ പറയുന്നു കോൺട്രാക്റ്റ് വേണ്ട, ആഫ്റ്റർ 1 മന്ത് എനി ടൈം നിങ്ങൾക്കിത് ഡിസ്കണ്ടിന്യൂ ചെയ്യാം മോണിറ്ററിംഗ് ഇല്ലാതെ. അത് അവരുടെ അഷുറൻസ് ആണ്, അവരുടെ വിശ്വാസമാണത്. ഇപ്പോൾ വീട് വാങ്ങിച്ച വ്യക്തികളായിരിക്കും സാധാരണ രീതിയിൽ ഈ അലാം ഫിറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ നമ്മൾ റെന്റിനാണ് ഒരു അപ്പാർട്ട്മെന്റിലോ അല്ലെങ്കിൽ ഒരു വീട്ടിലോ റെന്റിനാണ് നമ്മൾ താമസിക്കുന്നതെങ്കിൽ നമുക്ക് അവിടെ വീട്ടിൽ ഇപ്പോൾ ഹൗസ് ഓണറിൻ്റെ അനുവാദം ഉണ്ടെങ്കിൽ അത് ഫിറ്റ് ചെയ്യാം. പിന്നെ അത് വീട് മാറിപ്പോകുമ്പോൾ മറ്റൊരു വീട്ടിലേക്ക് താമസം മാറ്റുമ്പോൾ അത് റീഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. പറ്റും. അത് ഈ സാധനം നമ്മൾ വാങ്ങിക്കഴിയുമ്പം ഇത് നമുക്ക് വീട് മാറുമ്പോൾ മാറ്റാം. അതിന് മാക്സിമം ഇവർ ചാർജ് ചെയ്യാവുന്ന ഇൻസ്റ്റലേഷൻ കോസ്റ്റ് മാത്രമായിരിക്കും. കാരണം ഇത് എല്ലാം വയർലെസ് ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഹൗസ് ഓണർക്ക് ഒരു വിരോധം വരില്ല. കാരണം ഒരു സ്ക്രൂവിൽ ഫിറ്റ് ചെയ്യുന്ന വളരെ നിസ്സാരമായി നമ്മളൊരു കലണ്ടർ തൂക്കുന്ന പോലത്തെ സംഭവങ്ങൾ മാത്രമേ ഇതിനകത്ത് വരുന്നുള്ളൂ. പക്ഷേ ഇത് ടാമ്പർ പ്രൂഫും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കതെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറ്റാൻ പറ്റില്ലെങ്കിലും ഇത് നമുക്ക് വീട് മാറിപ്പോകുന്ന ഇപ്പം 1 വർഷം 2 വർഷം കഴിഞ്ഞ് മാറിപ്പോകുമ്പോൾ അതിനകത്ത് ഈ പറയുന്ന, അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാരും ഇപ്പം എൻ്റെ അറിവിൽ തന്നെ റെൻറ്റഡ് വീടുകളിൽ താമസിക്കുന്ന ആൾക്കാർ തന്നെ ഇത് ഇൻസ്റ്റാൾ ചെയ്ത അനുഭവം എനിക്കുണ്ട്. ആദ്യം എനിക്ക് തന്നെ അത് ക്ലിയർ അല്ലായിരുന്നു, അവർക്ക് വീട് മാറുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ. അതുപോലെ തന്നെ അവർക്ക് ഈ പറയുന്ന ഹോം ഇൻഷുറൻസിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നില്ല. അപ്പോൾ അവരുടെ ഈ പേ ചെയ്യുന്ന പൈസ മുഴുവൻ അവർ മുടക്കുക തന്നെ ചെയ്യുന്നല്ലോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അതിൻ്റെ സേഫ്റ്റിയും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കി സ്വയം ആൾക്കാർ ആവശ്യപ്പെട്ടിട്ട് റെന്റഡ് ഹൗസിൽ താമസിക്കുന്ന ആൾക്കാരൊക്കെ ഇപ്പോൾ ഇത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അത് നിസ്സാരമായിട്ട് നമുക്ക് മാറ്റി എടുക്കാനാണ്. ഇപ്പോൾ താങ്കൾ ഇതെല്ലാം പറയുമ്പോൾ തന്നെ ഒരു ആശങ്കയുണ്ട്, ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന്, ഇതെങ്ങനെയാണ് ഈ സിസ്റ്റം വർക്ക് ചെയ്യുന്നതെന്ന്. ഇപ്പോൾ താങ്കൾ പല പേരുകളും ഇതും പറഞ്ഞു, സെൻസർ ക്യാമറ ഉണ്ട്, ഫോബ് അതുണ്ട്. ഇതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ ഒന്ന് കാണിച്ചു തരാമോ? ഡെമോൺസ്ട്രേഷൻ നമ്മുടെ ഉപയോഗിക്കുന്ന ആൾക്കാരോട് നമുക്ക് നേരിട്ട് ചോദിച്ച് തന്നെ മനസ്സിലാക്കി അവരത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാതിരിക്കില്ലേ നല്ലത്? തീർച്ചയായിട്ടും അത് നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. തീർച്ചയായിട്ടും നമുക്ക് ഡെമോ കണ്ടിട്ട് തിരിച്ചു വരാം. ഞാനിപ്പോൾ നിൽക്കുന്നത് വിജയാനന്ദിൻ്റെയും പ്രിയയുടെയും വീടിൻ്റെ മുമ്പിലാണ്. ഇവിടെ ഒരു ചെറിയ ഡെമോ ആണ് കാണിക്കുന്നത്. അതായത് അലാം ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ എത്ര മിനിറ്റിനുള്ളിലാണ് അലാം സെക്യൂരിറ്റി സിസ്റ്റംസിൻ്റെ കോൾ സെൻറ്ററിൽ നിന്ന് ഇവരെ കോൺടാക്റ്റ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു ചെറിയ ഡെമോ ആണ് കാണിക്കാൻ പോകുന്നത്. അലാം കമ്പനിയുടെ ഫോൺ വന്നു കണ്ടോ? 2 സെക്കൻഡ്. ഓക്കെ ഓക്കെ, ഇനി നേരെ ബാക്കിൽ പോയി സംസാരിക്കാം. It's Priya. Sorry, it's a false alarm. Thanks. Bye bye. Thank you. എൻ്റെ പേര് വിജയ്. ഞാൻ പ്രിയ. ഞങ്ങൾ ഇത് നേരത്തെ ഇതുപോലെ ഒരു അലാം സിസ്റ്റം, നമ്മുടെ സ്റ്റാൻഡേർഡ് അലാം സിസ്റ്റം നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു. അന്നേരം ഇതുപോലൊരു കയറാൻ ഇങ്ങനെ നമ്മുടെ കിച്ചൺ ഡോറിൽ കൂടെ കയറാൻ ശ്രമിച്ചു. അപ്പം നമുക്കിങ്ങനെ ഒരു ഇൻസിഡൻറ്റ് വന്നു കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ടും ഇതിനേക്കാളും നല്ല ഒരു അഡ്വാൻസ്ഡ് ടെക്നോളജി അലാം സിസ്റ്റത്തിൽ പോയാൽ എന്താണെന്ന് ഇങ്ങനെ ചിന്തിച്ച് നോക്കി. അന്നേരമാണ് ഇതുപോലൊരു പുതിയൊരു ടെക്നോളജി കൂടിയൊരു അലാം സിസ്റ്റം നമ്മുടെ ഇങ്ങനെ ഒരു മെസ്സേജ് കിട്ടിയത്. അപ്പം നമ്മളത് വാങ്ങിച്ചു വെച്ചു. അപ്പം
ഇൻസ്റ്റാൾ ചെയ്തു. അപ്പം അത് എന്തുകൊണ്ടും അത് വളരെ ഒരു സെക്യൂരിറ്റി ഫീൽ ചെയ്യുന്ന ഒരു സംഭവമായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. അതായത് വളരെ വ്യത്യാസമുണ്ട് ഈ സ്റ്റാൻഡേർഡ് അലാറവും ഈ ലേറ്റസ്റ്റ് ടെക്നോളജി ഉള്ള അലാം സിസ്റ്റമായിട്ട്. പിന്നെ ഇതിൻ്റെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതെല്ലാം ഫോണിൽ കൂടെ തന്നെ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം. ഈസി ടാഗ് സിസ്റ്റമാണ്. നമുക്ക് കോഡൊന്നും എപ്പോഴും പ്രസ് ചെയ്തിട്ട് പോകണ്ട. നമുക്ക് കിടക്കാൻ നേരം നമ്മുടെ ഫോണിനകത്ത് തന്നെ നമുക്ക് ബെഡിൽ കിടന്നു കഴിഞ്ഞിട്ട് അലാം സെറ്റ് ചെയ്യാം, ആം ചെയ്യാം, ഡിസാം ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ വീടിൻ്റെ വെളിയിലോട്ട് പോകുമ്പോൾ നമുക്ക് ജസ്റ്റ് ടാഗ് ഇങ്ങനെ ജസ്റ്റ് സ്വൈപ്പ് ചെയ്താൽ മതി, നമുക്ക് അലാം സിസ്റ്റം ഓൺ ആക്കാം. അപ്പോൾ എന്തുകൊണ്ടും ഇതൊരു നല്ലൊരു സിസ്റ്റമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. പിന്നെ എനിക്കാണെങ്കിൽ ഇവിടെ വിജയ് ലേറ്റായിട്ട് ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന ദിവസമാണെങ്കിലും ഒറ്റയ്ക്ക് ഇവിടെ ഇരിക്കാം. ഇപ്പം ഇത് ഈ എല്ലാം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു പേടി എന്നുള്ളൊരു സംഭവം തോന്നുന്നില്ല. കാരണം നമ്മൾക്ക് എപ്പോഴും നമ്മൾ സെക്യൂർ ആണെന്നുള്ളൊരു ഫീലിംഗ് ഉണ്ട്. അപ്പം അത് ഇത് വെച്ച് കഴിഞ്ഞിട്ട് ശരിക്കും അതാണ് എനിക്ക് തോന്നിയ ഒരു മെയിൻ മാറ്റർ. കുറച്ചുകൂടി സെക്യൂരിറ്റി ഉണ്ട്, എപ്പോഴും ഒരാൾ വാച്ച് ചെയ്യാനുണ്ട് എന്നുള്ളൊരു തോന്നലുണ്ട്. ഇത് വെച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ വന്ന ആൾ പറഞ്ഞായിരുന്നു ഇത് വയർലെസ് സിസ്റ്റമാണ്. അപ്പോൾ ഇത് ശരിക്കും ഞങ്ങൾ ഇവിടെ നിന്ന് മൂവ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തതേ ഉള്ളൂ ഇതിലോട്ട്. ഇതൊരു ടാമ്പർ പ്രൂഫ് ആണെന്ന് ഞാൻ അറിഞ്ഞില്ല. കാരണം ഇത് ഞാനൊരു അടിയിൽ ഒരു സ്ക്രൂ ഡ്രൈവർ കൊണ്ട് ഇത് തുറന്നിട്ട് ഇത് ബോക്സ് മാറ്റി അപ്പുറത്തോട്ട് വയ്ക്കാൻ വേണ്ടി ജസ്റ്റ് സ്ക്രൂ ഡ്രൈവർ ഇട്ടതേ ഉള്ളൂ. അന്നേരം തന്നെ ഒരു 3 സെക്കൻഡിനുള്ളിൽ തന്നെ അവർ കമ്പനി നമ്മളെ കോൺടാക്ട് ചെയ്തു. എന്തുകൊണ്ടും ഇത് നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് അല്ലെ നമ്മുടെ ഈ ആൾക്കാർക്ക് വേണ്ടി ഇത് ഞാൻ സ്ട്രോങ്ലി റെക്കമെൻഡ് ചെയ്യുന്നു. കാരണം ഞങ്ങൾക്ക് അതിൻ്റെ സേഫ്റ്റി, അതിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മളിത് പറഞ്ഞാൽ ചിലപ്പം എത്രത്തോളം നമുക്ക് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷേ ഞങ്ങൾക്ക് അതിൻ്റെ സേഫ്റ്റി ഫീലിംഗ് ഞങ്ങൾക്ക് വെച്ച് കഴിഞ്ഞാണ് അതിൻ്റെ ഇത് മനസ്സിലായത്. കാരണം 2 മൊബൈലിനകത്ത് എപ്പോഴും നമുക്ക് കമ്മ്യൂണിക്കേഷനാണ്. നമ്മളിപ്പം നമ്മുടെ മൊബൈൽ ഇപ്പം ഈ സിസ്റ്റം തന്നെ ബാക്കപ്പ് ചെയ്യുന്നത് വിത്ത് സിം കാർഡാണ്. അപ്പം നമുക്ക് എങ്ങനെയാണെങ്കിലും നമ്മുടെ ഫോൺ സിസ്റ്റം ഇതാണേലും ഇതെല്ലാം നമുക്ക് കൃത്യമായിട്ട് മെസ്സേജും കിട്ടും. കറക്റ്റ് എപ്പോൾ ആംഡ് ഡിസാംഡ്, എപ്പോഴും നമ്മൾ വീട്ടിൻ്റെ വെളിയിൽ പോകുന്നു, ഞാനെപ്പോൾ വരുന്നു പോകുന്നു, ഞാനെപ്പോൾ കിടക്കുന്നു, ഇതെല്ലാം കംപ്ലീറ്റ് നമുക്ക് നമ്മുടെ ഫാമിലിക്ക് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എപ്പോഴും നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഞാൻ സ്ട്രോങ്ലി ഇതിൻ്റെ ഒരു യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇത് നല്ലൊരു സിസ്റ്റമായിട്ട് ഞാൻ ഇതിനെ കാണും. മനസമാധാനമുള്ള സുരക്ഷിതമായൊരു ജീവിതം എല്ലാവർക്കും ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.